5-6 അതിപ്രധാന ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്കകത്ത് ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട്, എന്താണ് അഭിഷേകത്തിൻ്റെ മേലങ്കികൾ? അതിനെ നമുക്കെങ്ങനെ നിർവചിക്കാം? അല്ലെങ്കിൽ മാൻഡിലുകൾ, ഡിവൈൻ മാൻഡിലുകളെ നമുക്കെങ്ങനെ ഡിഫൈൻ ചെയ്യാം, നിർവചിക്കാം? എങ്ങനെയാണ് അഭിഷേകത്തിൻ്റെ മേലങ്കികൾ സൃഷ്ടിക്കപ്പെടുന്നത്? നിങ്ങൾക്കെങ്ങനെയാണ് അഭിഷേകത്തിൻ്റെ മേലങ്കികൾ ഈ അന്ത്യനാളുകളിൽ സ്വർഗം നൽകാൻ പോകുന്നത്? അഭിഷേകത്തിൻ്റെ മേലങ്കികൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം എന്താണ്? അന്ത്യകാല അഭിഷേകത്തിൻ്റെ മേലങ്കികൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ മേലങ്കികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിങ്ങനെ തുടങ്ങിയ ഒരു 5-6 അതിപ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ ഉത്തരം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ അവസാനം എനിക്ക് ദുബായിൽ വെച്ച് ഞാനിരിക്കുന്ന സമയത്ത് കർത്താവ് നൽകിയ ചില വെളിപ്പാടുകൾ, ചില പ്രവചന ദൂതുകൾ ഒക്കെ ചേർത്ത് വെച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെടുക്കാം, വിശുദ്ധ ബൈബിൾ എടുക്കാം. ദാനിയേൽ പ്രവചന ഗ്രന്ഥം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ചില അടിസ്ഥാനങ്ങൾ ഇട്ട് മുമ്പോട്ട് പോകാം. അവിടെ പ്രകാരം പറയുന്നു, ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണ്. ഈ 2 പദങ്ങൾ ശ്രദ്ധിക്കണം. ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പ്രദാനം ചെയ്യുന്നത് ദൈവമാണ്, അവിടുന്നാണ്. അപ്പം ഈ അന്ത്യകാലത്തുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞാനും നിങ്ങളും മനസ്സിലാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ജ്ഞാനം വേണം. 2, അറിവ് വേണം. പക്ഷേ വിശുദ്ധ ലിഖിതങ്ങൾ ഇവിടെ പറയുന്നത്, ദൈവം ഏതെങ്കിലും വിഡ്ഢികൾക്കല്ല ജ്ഞാനം കൊടുക്കുന്നത്, ദൈവം ഏതെങ്കിലും ഭോഷന്മാർക്കല്ല അറിവ് നൽകുന്നത്. അവിടുന്ന് ജ്ഞാനികൾക്ക് ജ്ഞാനവും, ഹല്ലേലൂയ, പിന്നെന്താ പറയുന്നത്, അറിവുള്ളവന് അറിവും പ്രദാനം ചെയ്യുന്നു. So he will give wisdom to those who are wise and he give knowledge to those who have the understanding എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു. അപ്പം ചില ജ്ഞാനം നമുക്കുണ്ടാകണം, ചില അറിവുകൾ നമുക്കുണ്ടാകണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഈ എൻഡ് ടൈമുമായി ബന്ധപ്പെടുന്ന ജ്ഞാനവും അറിവും ഒക്കെ നമുക്ക് ലഭിക്കാൻ ഇടയാകും. പലപ്പോഴും ഈ ശുശ്രൂഷകളിലൂടെ, പല മെസ്സേജുകളിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ആ ചെറിയ ജ്ഞാനത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് ശരിക്കും പലപ്പോഴും പരിശുദ്ധാത്മാവ് ശ്രമിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ചെറിയ അറിവിനെ നിക്ഷേപിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ആ ചെറിയ ജ്ഞാനവും ആ ചെറിയ അറിവും നിങ്ങളുടെ ഉള്ളിൽ ലഭിക്കുമ്പോൾ വലിയ ജ്ഞാനവും വലിയ അറിവും എൻഡ് ടൈമിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കാൻ ഇടയാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൈവിക ജ്ഞാനവും ദൈവത്തിൻ്റെ അറിവും ഈ അന്ത്യനാളുകളിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് താഴ്മയോടെ അപേക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്ന് ആ ഡിനോമിനേഷൻ്റെ മൈൻഡ് സെറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പല വ്യക്തികളുടെയും കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് എന്തുമാത്രം ഈ ഡിനോമിനേഷൻസിൻ്റെ പൈശാചികത വ്യക്തികളുടെ മനസ്സിനെയും ചിന്തകളെയും ബന്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഒരു ഡിനോമിനേഷനെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമല്ല. വിശുദ്ധ ബൈബിൾ ഒരു മതത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥമല്ല. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ശരിക്കും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ശരിക്കും ഒരു ഡിനോമിനേഷനെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു ആശയത്തെക്കുറിച്ചോ അല്ല വിശുദ്ധ ബൈബിൾ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. വിശുദ്ധ ബൈബിൾ പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചാണ്, ഒരു കിങ്ഡത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ അന്ത്യനാളുകളിലെങ്കിലും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയിടപ്പെട്ട ദൈവജനമെങ്കിലും, ഹല്ലേലൂയ, ഈ ഡിനോമിനേഷൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ദൈവരാജ്യമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വിശാലമായ കോൺസെപ്റ്റ് നമുക്കറിയാം. ഇനി വരാൻ പോകുന്ന എന്താണ്? 2 റൂളർഷിപ്പുകളാണ് വരാൻ പോകുന്നത്. ആദ്യം എതിർ ക്രിസ്തുവിൻ്റെ ഒരു ഭരണം വരാൻ പോകുന്നു, അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് യേശു കർത്താവിൻ്റെ ഒരു ഭരണം വരാൻ പോകുന്നു. അപ്പോൾ വിശുദ്ധ ബൈബിൾ ശരിക്കും എന്താണ്? ശരിക്കും ഇറ്റ്സ് ഓൾ അബൌട്ട് എ കിങ്ഡം, ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അതുമായി ബന്ധപ്പെട്ട കർത്താവിൻ്റെ റെവലേഷൻസ്, ജ്ഞാനം, അറിവെല്ലാം നമ്മളിൽ നിക്ഷേപിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് അഭിഷേകത്തിൻ്റെ മേലങ്കികൾ? നമുക്കെങ്ങനെ അതിനെ നിർവചിക്കാം? ഇപ്പം മാൻഡിൽ എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് പദത്തിന് മേലങ്കികൾ അല്ലെങ്കിൽ പുതപ്പുകൾ അല്ലെങ്കിൽ ആവരണം എന്നൊക്കെയാണ് നമുക്ക് മലയാളത്തിൽ ഒരു വാക്കായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ ആത്മാവിൽ സ്വർഗം ധരിപ്പിക്കുന്ന ഒരു ആത്മീയമായ സ്വർഗീയ മേലങ്കി അഥവാ പുതപ്പ് ആണ് ശരിക്കും മാൻഡിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ആത്മാവ് നെയ്ക്കഡല്ല, നമ്മുടെ ആത്മാവ് നഗ്നമല്ല.
പലപ്പോഴും ഞാൻ പല ശുശ്രൂഷകളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആത്മാവിൽ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ആത്മാവിനൊരു ഷേപ്പുണ്ട്, നമ്മുടെ ആത്മാവിന് കണ്ണുകളുണ്ട്, നമ്മുടെ ആത്മാവിന് കൈകളുണ്ട്, നമ്മുടെ ആത്മാവിന് കാലുകളുണ്ട്, നമ്മുടെ ആത്മാവിന് ശിരസ്സുണ്ട്. നമ്മുടെ ആത്മാവ് നമ്മളെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പല ആവർത്തി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പല വിഷയങ്ങൾക്കകത്ത്, പല വീഡിയോകൾക്കകത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ആത്മാവ് നേക്കഡ് അല്ല, അവർ സ്പിരിറ്റ് ഈസ് നോട്ട് നേക്കഡ്. അപ്പം അന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു വാക്യമെടുക്കാം. ഏശയ്യാ പ്രവചന ഗ്രന്ഥം 61 അധ്യായത്തിൻ്റെ 10 വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു ചെറിയൊരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു: ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിശുദ്ധ ബൈബിൾ നമ്മളോട് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അടിസ്ഥാന മർമ്മമെന്ന് പറയുന്നത്, യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, കർത്താവിൻ്റെ പരിശുദ്ധാത്മാ മുദ്രയിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഓരോ ദൈവ പൈതലിൻ്റെയും ആത്മാവ് എന്താണ്? നേക്കഡ് അല്ല. ആ ആത്മാവിൽ 3-4 കാര്യങ്ങളുണ്ട്. ആ ആത്മാവിൽ ചില മാൻഡിലുകളുണ്ട്, ആത്മാവിൽ ചില മേലങ്കികളുണ്ട്. എന്തൊക്കെയാണ് ശരിക്കും? 1, എ ഡിവൈൻ ഗാർമെൻറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഉടയാടകൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിൽ അണിയിച്ചിരിക്കുന്നു. 2, നീതിയുടെ മേലങ്കികൾ നമ്മളെ അണിയിച്ചിരിക്കുന്നു. 4, എന്താണ്? ചില ഡിവൈൻ ഓർണമെൻറ്റുകൾ നമ്മളെ അണിയിച്ചിരിക്കുന്നു, ചില ഡിവൈൻ ജൂവലറികൾ നമ്മളെ അണിയിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആത്മാവ് എന്താണ് ശരിക്കും? ചില ഉടയാടകളാൽ ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ നമുക്ക് ജനറലി മേലങ്കികൾ അല്ലെങ്കിൽ പുതപ്പ്, ആവരണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പദമാണ് ശരിക്കും മാൻഡിൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്കെടുക്കാം ഏശയ്യാ പ്രവചന ഗ്രന്ഥം 61 അധ്യായത്തിൻ്റെ 3 വാക്യം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു മേലങ്കിയെക്കുറിച്ച് പറയുന്നത് എന്താണ് ശരിക്കും? ഗാർമെൻറ്റ് ഓഫ് പ്രൈസ് ഫോർ ദ സ്പിരിറ്റ് എന്ന ഇംഗ്ലീഷ് പദം നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കും. ആ വാക്യം നമുക്ക് മലയാളത്തിലൊന്ന് വായിക്കാം. ഏശയ്യാ 61 അധ്യായത്തിൻ്റെ 3 വാക്യം. അവിടെ പ്രകാരം പറയുന്നു: സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടുവാനും വേണ്ടി അവർക്ക് വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും, ശ്രദ്ധിച്ച അടുത്ത വാക്യം, തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. അപ്പം തളർന്ന മനസ്സിന് എന്താണ്? സ്തുതിയുടെ മേലങ്കി. അപ്പം അങ്ങനെ ഒരു മേലങ്കിയുണ്ട്, അങ്ങനെ ഒരു മാൻഡിലുണ്ട്, അങ്ങനെ ഒരു ഗാർമെൻ്റ് ഉണ്ട്. എന്താണ്? സ്തുതിയുടെ മേലങ്കി. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഗാർമെൻറ്റുകൾ, മേലങ്കികൾ നമുക്ക് ആത്മീയ തലത്തിൽ കാണാൻ സാധിക്കും. രക്ഷയുടെ മേലങ്കിയുണ്ട്, നീതിയുടെ ഒരു ആവരണമുണ്ട്, അതോടൊപ്പം തന്നെ സ്തുതിയുടെ മേലങ്കിയുണ്ട് എന്ന് ഏശയ്യാ 61 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ അവിടെ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ സ്തുതിയുടെ മേലങ്കി ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ പ്രൈസുകൾ അല്ലെങ്കിൽ ദൈവിക സ്തുതികൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവികമായ മാൻഡിലുകളുണ്ട്, ദൈവികമായ ആവരണങ്ങൾ, പുതപ്പുകൾ, മേലങ്കിയുണ്ട് അല്ലേ? ഇതുപോലെ തന്നെ പൈശാചികമായ മേലങ്കികളുമുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഡെലിവറൻസ് ശുശ്രൂഷയ്ക്കകത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ, ചില ദുരാത്മാക്കൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കാളി എന്ന് പറയുന്ന ഒരു ദുരാത്മാവ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, ആ കാളിയെ നമ്മൾ കാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ഉടയാടകൾ അഴിച്ചു മാറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ചില ആഭരണങ്ങൾ അത് അഴിച്ചു മാറ്റും, ചില മോതിരങ്ങൾ അത് അഴിച്ചു മാറ്റും, ചില കിരീടങ്ങൾ അത് എടുത്തു മാറ്റുന്നതൊക്കെ ശരിക്കും നമ്മൾ ശുശ്രൂഷകൾക്കകത്ത് കണ്ടിട്ടുണ്ട്. അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ തന്നെ അതെന്താണ്? പൈശാചികമായ മാൻഡിലുകളാണ്. ദേ ആർ ഡിമോണിക് മാൻഡിൽസ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു മാൻഡിലുണ്ട്, ഒരു ആവരണമുണ്ട്, പൈശാചികമായ മാൻഡിലുകളുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാൻഡിലിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് അങ്ങനെ അതിനെ മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എങ്ങനെയാണ് അഭിഷേകത്തിൻ്റെ മേലങ്കികൾ സൃഷ്ടിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ മേലങ്കികൾക്കുള്ളിലുള്ള 10 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊന്ന് എണ്ണമിട്ട് അഭിഷേകത്തിൻ്റെ മേലങ്കികൾ എങ്ങനെയാണ് ദൈവം ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ മേലങ്കിക്കകത്ത് എന്തൊക്കെയുണ്ട് എന്ന ഒരു 10 അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒന്ന് അക്കമിട്ട് സംസാരിച്ചിട്ട് വേഗം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിൻ്റെ മേലങ്കിക്കകത്ത് എന്തൊക്കെയുണ്ട്? ഒന്നാമതായിട്ട്, എ സർട്ടൻ മെഷർ ഓഫ് ഗോഡ്സ് സൂപ്പർ നാച്ചുറൽ പവർ ആൻഡ് എനേബിളിംഗ് ഇസ് ദെയർ എന്ന് പറഞ്ഞാൽ പ്രത്യേക അളവിലുള്ള ദൈവികമായ ശക്തിയും പ്രാപ്തിയും ഒരു മേലങ്കിക്കകത്ത്, ഒരു മാൻഡിലിനകത്തുണ്ട്. അപ്പം ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ഒരു മാൻഡിൽ ലഭിച്ചു കഴിയുമ്പോൾ, ഒരു മേലങ്കി അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ ഒരു മേലങ്കി ലഭിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക അളവിലുള്ള ദൈവിക ശക്തിയും പ്രാപ്തിയും എനേബിളിങ്ങും ആ വ്യക്തിക്ക് ലഭിക്കും. ഇനി രണ്ടാമതായിട്ട് എന്തുകൊണ്ട്? എ സർട്ടൻ മെഷർ ഓഫ് ഗോഡ്സ് പ്രൊട്ടക്ഷൻ ഈസ് ഇൻസൈഡ് ഓഫ് ഇറ്റ്. പ്രത്യേക അളവിലുള്ള ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡെലിവറൻസ് പോലുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ വി ഹാവ് ദ ഡെലിവറൻസ് മാൻഡിൽ.
അപ്പോൾ ആ ഡെലിവറൻസ് മാൻഡിൽ നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് ശരിക്കും പലപ്പോഴും ശത്രു അയക്കുന്ന കൂരമ്പുകൾ നമ്മളെ അഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം. അല്ലെങ്കിൽ എപ്പോഴേ നമ്മൾ ശവപ്പെട്ടിക്കകത്ത് കയറിയെന്ന് ചോദിച്ചാൽ മതി ശുശ്രൂഷ ചെയ്യുമ്പോൾ. ഹല്ലേലൂയ. കാരണം ശത്രുവിൻ്റെ കൂരമ്പുകളുണ്ട്, സാത്താൻ്റെ ചില ആയുധങ്ങളുണ്ട്. അവൻ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും, അവൻ ആക്സിഡൻറ്റുകളെ കോസ് ചെയ്യാൻ സാധിക്കും, അവന് ജീവനെ എടുക്കാൻ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലേ. പക്ഷേ നമ്മുടെ മേലൊരു മാൻഡിൽ വന്ന് വീഴുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു പുതപ്പ് വന്ന് വീഴുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണത്തിൻ്റെ കവറിങ് ഉണ്ട്. ഇനി മാൻഡിലിനകത്തുള്ള മൂന്നാമത്തെ കാര്യം എന്താണ്? ആക്സസ് ടു സർട്ടൻ സ്പിരിച്വൽ റെലംസ് ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻ. ചില ആത്മീയ തലങ്ങളുടെ മേലും ചില ആത്മീയ മണ്ഡലങ്ങളുടെ മേലുമുള്ള പ്രവേശനം അല്ലെങ്കിൽ അനുവാദം നമുക്ക് ആ മാൻഡിൽ മുഖാന്തരം ലഭിക്കും. ആത്മീയ മണ്ഡലങ്ങളെക്കുറിച്ചും ആത്മീയ തലങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഫിസിക്കൽ മീറ്റിങ്ങിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മണ്ഡലങ്ങളുണ്ട്, വ്യത്യസ്ത തലങ്ങളുണ്ട്. ആ ഓരോ മണ്ഡലങ്ങളിലും തലങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്ന പല സ്പിരിച്വൽ ബീയിങ്ങുകളുണ്ട്, അന്ധകാര ശക്തികളുണ്ട്. ഇപ്പോൾ പ്രിൻസിപ്പാലിറ്റി എന്നോ പവേഴ്സ് എന്നോ ഒക്കെ നമുക്കതിനെ പലപ്പോഴും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത അധികാരങ്ങളോടും ശക്തികളോടും കൂടിയ ദുരാത്മാക്കളുണ്ട്. അപ്പോൾ അവയുടെ മേലൊക്കെ ചില ആത്മീയ അധികാരം നമുക്ക് ലഭിക്കുന്നത് ഈ മാൻഡിൽ മുഖാന്തരമാണ്. ഇനി മാൻഡിലിനകത്തുള്ള നാലാമത്തെ കാര്യം എന്താണ്? ഗോഡ്സ് അതോറിറ്റി ആൻഡ് ആക്സസ് ടു ഹെവൻലി റിസോഴ്സസ്. ചില ദൈവികമായ അധികാരങ്ങളും സ്വർഗീയമായവയെ ആക്സസ് ചെയ്യാനുള്ള, എടുക്കാനുള്ള ചില പെർമിഷനുകളും ആ മാൻഡിലിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ചില സമയത്ത് ചില ഡെലിവറൻസുകൾ ചെയ്യുമ്പോൾ ചില ആത്മീയ മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ആത്മീയ മണ്ഡലങ്ങളിൽ പ്രവേശിച്ചാലും ആ ദുരാത്മശക്തിയെ നമ്മൾ ഡീത്രോൺ ചെയ്യണമെങ്കിൽ, ആ ദുരാത്മശക്തിയെ നമ്മൾ പരാജയപ്പെടുത്തണമെങ്കിൽ ചില താക്കോലുകളെ നമ്മൾ ആക്സസ് ചെയ്യണം. ചില ഹെവൻലി റിസോഴ്സുകളുടെ മേൽ നമുക്ക് ആക്സസ് ഉണ്ടാകണം. അപ്പോൾ ഒരു മാൻഡിൽ ലഭിക്കുമ്പോൾ ആ ആക്സസ്സുകൾ, ആ ഹെവൻലി റിസോഴ്സസിൻ്റെ മേലുള്ള അധികാരങ്ങൾ, പെർമിഷനുകൾ നമുക്ക് ലഭിക്കുകയാണ്. ഇനി അഞ്ചാമതായിട്ട് ഒരു മാൻഡിലിനകത്തുള്ള കാര്യം എന്താണ്? എ സർട്ടൻ മെഷർ ഓഫ് ഗ്രേസ് ഇൻ ഓർഡർ ടു സീ ആൻഡ് ഹിയർ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് കാണാനും കേൾക്കാനുമുള്ള ഒരു അളവിലുള്ള കൃപ എപ്പോഴും ആ മാൻഡിലിനകത്തുണ്ടാവും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫറ്റിക് ഇൻസൈറ്റിനെ സംബന്ധിച്ച് നമുക്ക് വളരെ ട്രെയിനിങ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ മാൻഡിൽ നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ദൈവിക ശബ്ദം കേൾക്കുവാനും ദൈവത്തിൽ നിന്നുള്ള ചിലത് കാണുവാനുമുള്ള ഒരു കൃപ ആ മാൻഡിൽ മുഖാന്തരം എനിക്ക് നിങ്ങൾക്കും ലഭിക്കും. ഇനി ആറാമതായിട്ട് ആ മാൻഡിലുള്ള കാര്യം എന്താണ്? എ സർട്ടൻ മെഷർ ഓഫ് നോയിങ് ദ വേസ് ഓഫ് ഗാഡ്. ദൈവിക വഴികളെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള ഒരു കഴിവ്. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പൈശാചികമായ പഠിപ്പീരുകളുടെ പുറകെ ആൾക്കാർ പോകുന്നത്. വിഗ്രഹാരാധന, ആവശ്യമില്ലാത്ത പ്രാർത്ഥനാ രീതികളുടെ പുറകെ ആൾക്കാർ പോകുന്നതാണ്. ദൈവിക സത്യങ്ങളെ ഗ്രഹിക്കുവാനും അത് മനസ്സിലാക്കാനും വ്യക്തികൾക്ക് സാധിക്കാത്തതുകൊണ്ടാണ് പല പാരമ്പര്യങ്ങളുടെ പുറകെ പോകുന്നത്. പല റിലീജിയസ് പ്രാക്ടീസുകൾ, ഡിമോണിക് റിലീജിയസ് പ്രാക്ടീസുകളുടെ പുറകെ വ്യക്തികൾ പോകുന്നത് എന്താണ്? ശരിക്കും ആത്മാവിൽ ദൈവിക സത്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും പലപ്പോഴും വഞ്ചിച്ചുകൊണ്ട് സാത്താൻ പോകുന്നത്. അപ്പം ഇവിടെ ദൈവിക വഴികളെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള ഒരു കഴിവ് ഈ മാൻഡിൽ മുഖാന്തരം ഹല്ലേലൂയ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഏഴാമതായിട്ട് ദൈവിക മാൻഡിലിനകത്തുള്ള കാര്യം എന്താണ്? ഗോഡ്സ് അസൈൻമെൻറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ എ പേഴ്സൺ. ദൈവികമായ നിയോഗങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒരു മാൻഡിലിനകത്ത് എൻകോഡഡ് ആണ്. അപ്പം ഒരു മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിയുമ്പോൾ ദൈവികമായ ചില അസൈൻമെൻറ്റുകൾ, ചില റെസ്പോൺസിബിലിറ്റികൾ, ചില ഉത്തരവാദിത്തങ്ങൾ എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി എട്ടാമതായിട്ട് ഒരു മാൻഡിലുള്ള കാര്യം എന്താണ്? എ സർട്ടൻ മെഷർ ഓഫ് അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അളവിലുള്ള ഒരു അഭിഷേകം ഒരു മാൻഡിലിനകത്ത് എപ്പോഴും ദൈവം നിക്ഷേപിക്കാറുണ്ട്. ഇനി ഒൻപതാമതായിട്ട് ദൈവിക സാന്നിധ്യം എപ്പോഴും ഒരു മാൻഡിലിനകത്തുണ്ടാകും. ഗോഡ്സ് പ്രസൻസ് വിൽ ബി ദെയർ. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും ചില അഭിഷിക്തരൊക്കെ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ചില നമ്മൾ പറയും ആ വ്യക്തിയുടെ അടുക്ക നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും, ഒരു ദൈവിക കൃപ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു, ഒരു പ്രത്യേക ദൈവിക വാത്സല്യം എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ. ഞാൻ തന്നെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ചിലരുടെയൊക്കെ അരികെ നിൽക്കുമ്പോൾ വലിയൊരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ ഒരു മാൻഡിൽ നിങ്ങളുടെ മേലുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാൻഡിലിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പിനകത്ത് ഒരു ദൈവിക പ്രസൻസ് ഉണ്ട്. ഇനി പത്താമതായിട്ട് ഒരു മാൻഡിലിനകത്ത് എന്താണ്? സ്പെഷ്യൽ കവനൻസ് ഓർ എഗ്രിമെൻറ്റ്സ് ഓർ ഡിക്രീസ് ദാറ്റ് ഗോഡ് ഹാസ് എസ്റ്റാബ്ലിഷ് വിത്ത് എ പേഴ്സൺ വിൽ ബി ദെയർ ഇൻസൈഡ് ദ മാൻഡിൽ. ദൈവം ഒരു വ്യക്തിയുമായി ചെയ്തിട്ടുള്ള പ്രത്യേകമായ ഉടമ്പടികൾ, ഉത്തരവുകൾ, കരാറുകൾ ഇതെല്ലാം തന്നെ ഒരു മാൻഡിലിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. ഉദാഹരണമായിട്ട് അബ്രഹത്തിൻ്റെ മാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ അബ്രഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടികൾ, അബ്രഹത്തോട് ദൈവം ഉണ്ടാക്കിയ ചില കരാറുകൾ, ചില ഉത്തരവുകൾ, അതൊക്കെ തന്നെ ആ മാൻഡിലിൻ്റെ പാർട്ടായിട്ട് അബ്രഹത്തിനെ കവർ ചെയ്യും.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിവുകൾ ശുശ്രൂഷകളൊന്ന് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ആത്മീയ മേലങ്കികൾ ദൈവത്തെ സംബന്ധിച്ച് പ്രാധാന്യമർഹിക്കുന്നത്? ചില ചോദ്യങ്ങളിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണ്. അല്ലെങ്കിൽ ആത്മീയ മേലങ്കികൾ എന്ന ആശയം എന്തുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്? നമുക്കറിയാം, ആത്മീയ മേലങ്കി ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഡിസൈനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആശയമാണ് ശരിക്കും അത്. നമ്മൾ എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം പരിശോധിക്കുമ്പോൾ സഭയിൽ യേശു കർത്താവ് 5 ഓഫീസുകളെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ് ആൻഡ് ടീച്ചേഴ്സ്, അല്ലേ? അപ്പോൾ ഈ 5 ഓഫീസുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞൊരാശയമല്ല, മറിച്ച് എന്താ, ആൽഫയും ഒമേഗയുമായവൻ, കാൽവരി കുരിശിൽ തൻ്റെ ജീവൻ തന്ന്, തൻ്റെ രക്തം തന്ന് സഭയെ വീണ്ടെടുത്തവൻ. ഹല്ലേലൂയ. ആ യേശു കർത്താവിൻ്റെ ചിന്തകൾക്കകത്ത് യേശു കർത്താവ് ഡിസൈൻ ചെയ്ത 5 ഓഫീസുകളാണ് അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഓഫീസ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ക്രിയേഷനും അതിൻ്റെ ഡിസൈനും ആരാണ് ഉണ്ടാക്കിയത്? ദൈവമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഓഫീസുകളിലേക്ക് ശുശ്രൂഷകരെ അപ്പോയിൻ്റ് ചെയ്യുന്നതും ദൈവമാണ്. ആരെങ്കിലും പ്രാർത്ഥിച്ചൊരു ദിവസം അപ്പസ്തോലനായി മാറുകയല്ല. ആരെങ്കിലും ഒരു 40 ദിവസം ഉപവാസം എടുത്ത് ഒരു പ്രവാചകനായി തീരുകയല്ല. ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചൊരു പാസ്റ്ററായി മാറുകയില്ല. മറിച്ച് എന്താണ്, ഒരു അപ്പസ്തോലനായി ആത്മീയ തലത്തിൽ നിന്ന് ഈ ഭൗതിക തലത്തിലേക്ക് ഒരു വ്യക്തി അയക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഭൂമിയിൽ ഒരുവൻ അപ്പസ്തോലനായി മാറുന്നത്. അദൃശ്യ ആത്മീയ തലങ്ങളിൽ നിന്ന് ഒരുവനെ പ്രവാചകനായി ദൈവം അയക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഈ ഭൂമിയിൽ പ്രവാചകനായി വെളിപ്പെടുന്നത്. നമുക്കറിയാം, ജെറമിയ പ്രവചന കർത്താവ് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, പ്രവാചകനായി നിന്നെ നിയമിച്ചിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഈ 5 ഓഫീസുകളിലേക്ക് ദൈവമാണ് വ്യക്തികളെ അപ്പോയിൻ്റ് ചെയ്യുന്നത്, നമ്മളല്ല. ഏതെങ്കിലും മനുഷ്യൻ്റെ ഏതെങ്കിലും കണ്ടുപിടുത്തമല്ല ശരിക്കും ഈ 5 ഓഫീസുകളെന്ന് പറയുന്നത്. അവിടേക്ക് ഓരോരുത്തരേക്കും ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിൻ്റെ പ്രീ ഡെസ്റ്റിനേഷൻ മുഖാന്തരം, മുൻ നിശ്ചയപ്രകാരം ഓരോ വ്യക്തികളെയും ആ ഓഫീസുകളിലേക്ക് ദൈവം അയക്കുമ്പോൾ, അയക്കുന്ന വ്യക്തികളെ ദൈവം ഹല്ലേലൂയ എർത്തലി തലത്തിൽ അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിനകത്ത് പരിശീലിപ്പിച്ചെന്താണ് ആ ഓഫീസുകളിലേക്ക് ദൈവിക പർപ്പസുകൾക്ക് വേണ്ടി ദൈവം അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാൻഡിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്? നമുക്കറിയാം, ഇതുപോലെ തന്നെ ദൈവിക ഓഫീസുകൾ ദൈവം നിശ്ചയിച്ചതുപോലെ, ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ മാൻഡിലുകളും ആ അഭിഷേകത്തിൻ്റെ മേലങ്കികളും ഒരു മനുഷ്യൻ്റെ ആശയമല്ല, മറിച്ചത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ കോൺസെപ്റ്റാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ അഭിഷേകത്തിൻ്റെ മേലങ്കികൾ അല്ലെങ്കിൽ മാൻഡിൽസ് ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് പ്രാധാന്യം അർഹിക്കുന്നത്? അതിൻ്റെ കാര്യം ഇത്രമാത്രമാണ് ശരിക്കും. ആത്മാവായ ദൈവം ഈ ഭൗതിക ലോകത്തിൽ തൻ്റെ ചില പ്രവൃത്തികൾ ഒരു പ്രത്യേക അളവിൽ ചില പ്രത്യേക വ്യക്തികളിലൂടെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ദൈവിക ആവരണമാണ്, മേലങ്കിയാണ് ശരിക്കും ഈ മാൻഡിൽ എന്ന് പറയുന്ന കാര്യം. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിന് മേലങ്കിയുടെ ആവശ്യം? ആത്മീയ മേലങ്കി അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ ഒരു മേലങ്കി, ഒരു ഡിവൈൻ മാൻഡിലിൻ്റെ ആവശ്യം എന്താണ്? ദൈവം ഒരു ആത്മാവാണ്. ഗോഡ് ഈസ് എ സ്പിരിറ്റ്, അല്ലേ? അപ്പം ആത്മാവായ ദൈവം ഈ ഭൗതിക ലോകത്തിൽ തൻ്റെ ചില പ്രവൃത്തികൾ ഒരു പ്രത്യേക അളവിൽ ഒരു പ്രത്യേക വ്യക്തികളിലൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തികളുടെ മേൽ ദൈവം അണിയിക്കുന്ന ഒരു ആവരണമാണ്, ഒരു കവറിംഗ് ആണ്, ഒരു പുതപ്പാണ് ശരിക്കും മാൻഡിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ ഡിവൈൻ മാൻഡിൽ എന്ന് പറയുന്ന ആ ആശയം, ആ കോൺസെപ്റ്റ് എന്താണ്? അത് ദൈവത്തിൽ നിന്ന് വന്നതാണ് ശരിക്കും. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, നമുക്കെടുക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്കൊന്ന് എടുത്തു വായിച്ചുകൊണ്ട് ഈ മാൻഡിൽ എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് അല്പം കൂടെ ആഴത്തിൽ പഠിക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നിങ്ങൾ എടുത്താട്ടെ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ട് 12 കാളകൾ ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷഫാത്തിൻ്റെ മകൻ എലീഷയെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേൽ ഇട്ടു എന്ന് പറഞ്ഞാൽ ഏലിയ പ്രവാചകൻ എലീഷയുടെ മേൽ തൻ്റെ മേലങ്കി ഇട്ടു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തിൽ പ്രവാചകന്മാർ അവർ പോകുന്നിടത്തെല്ലാം അവരെപ്പോഴും ക്യാരി ചെയ്തിരുന്ന ഒരു കാര്യമാണ് ശരിക്കും ഒരു മേലങ്കി, ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ക്ലോത്ത്, ഒരു കവറിങ് അവരെപ്പോഴും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ശരിക്കും ആ മേലങ്കിയുടെ ആത്മീയ അർത്ഥം എന്താണ്? ആ മേലങ്കിക്ക്, ആ ഫിസിക്കലായിട്ട് അവർ ക്യാരി ചെയ്തിരുന്ന ആ മേലങ്കിക്ക് ഒരു ആത്മീയ അർത്ഥമുണ്ട്. ആ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു വസ്ത്രം അവരുടെ ഒരു പ്രൊഫറ്റിക് സിഗ്നിഫിക്കൻസ്, അവർക്കൊരു പ്രൊഫറ്റിക് അസൈൻമെൻറ്റ് ഉണ്ട് എന്നതിനെ കൂടെ സൂചിപ്പിച്ചിരുന്നു.
അപ്പോൾ ഓരോ പ്രാവശ്യവും അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അവർ നടക്കുന്ന സമയത്ത്, അവർ ശുശ്രൂഷ ചെയ്യുന്ന സമയത്തെല്ലാം അവരുടെ കയ്യിൽ ഒരു പുതപ്പ് പോലെ ഒരു മേലങ്കി എപ്പോഴും ഉണ്ടായിരുന്നു. അതിനൊരു ആത്മീയ അർത്ഥമുണ്ടായിരുന്നു. ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രൊഫറ്റിക് അസൈൻമെൻറ്റ്, ഒരു പ്രൊഫറ്റിക് ഗ്രേസ് അവരുടെ മേൽ ഉണ്ട് എന്നത് ശരിക്കും ആ മേലങ്കി കൊണ്ട് അർത്ഥമാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഏലിയ പ്രവാചകൻ എലീശയുടെ മേൽ തൻ്റെ മേലങ്കി വലിച്ച് ഊരി എറിയുക, എലീശയുടെ മേൽ ഇടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് ഹി വാസ് പാസിംഗ് ഓവർ ഓർ ഹാൻഡിങ് ഓവർ ദ പ്രൊഫറ്റിക് അതോറിറ്റി ഹി വാസ് ക്യാരിയിങ് ടു എലീശ. തൻ്റെ മേലുണ്ടായിരുന്ന പ്രവചനത്തിൻ്റെ അധികാരവും അഭിഷേകവും അല്ലെങ്കിൽ ആ മാൻറ്റിൽ, ആ മേലങ്കി എന്താണ്, അത് എലീശയുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രൊഫറ്റിക് ആക്റ്റ് ആയിരുന്നു, ഒരു പ്രവചനപരമായ ഒരു പ്രവൃത്തിയായിരുന്നു ശരിക്കും ആ മേലങ്കി എലീശയുടെ മേൽ അണിയിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ. ഇനി വീണ്ടും നമുക്കെടുക്കാം 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മേലങ്കി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെ വീണ്ടും കാണാൻ സാധിക്കും. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ്റെ കരയിൽ ചെന്നു. ഇത് എലീശയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിൻ്റെ മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശങ്ങളിലേക്ക് മാറി, അവൻ കടന്നുപോയി. ജെറിക്കോയിലെ പ്രവാചകഗണം എലീശയെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് എലീശയിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ താണു വീണ് എതിരേറ്റു. അപ്പം ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഏലിയായുടെ മാൻറ്റിൽ, ആ ഫിസിക്കൽ അല്ലെ ആ കവർ ചെയ്യുന്ന ആ തുണി എന്താണ്, എലീശയിലേക്ക് വന്നു. അപ്പോൾ എലീശ അത് അടിച്ചപ്പോൾ എന്താണ്, ആ മാൻറ്റിലിൽ ഉണ്ടായിരുന്ന ദൈവശക്തി വെളിപ്പെട്ടു. ആ വെളിപ്പെട്ടപ്പോൾ അവിടെ ജലം ഇരുവശങ്ങളിലേക്ക് മാറി. അപ്പോൾ അത് കണ്ട ഏലിയായുടെ ഏലിയയുടെ ശിഷ്യന്മാർ പറയുകയാണ്, ഏലിയായുടെ ആത്മാവ് ഇപ്പോൾ ആരിൽ കുടികൊള്ളുന്നു? എലീശയുടെ മേൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഏലിയയുടെ മേൽ ഉണ്ടായിരുന്ന മാൻഡിൽ, സ്പിരിച്വൽ മാൻഡിൽ, ദ ഡിവൈൻ മാൻഡിൽ, അതിപ്പോൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? എലീശയുടെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ എലീശയുടെ ആത്മാവിലേക്ക് ഇപ്പോൾ ആത്മീയമായ ഒരു മാൻഡിൽ വന്നു. എലീശയുടെ കയ്യിൽ ഒരു തുണിയാണ് ഇരിക്കുന്നതെങ്കിലും, ഒരു തുണി കൊണ്ടാണ് എലീശ കവർ ചെയ്തിരിക്കുന്നതെങ്കിലും അതിനൊരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതെന്താണ്? അതൊരു ആത്മീയ അധികാരത്തെ സൂചിപ്പിക്കുന്നു, ഒരു ആത്മീയ പ്രസൻസിനെ സൂചിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു, ദൈവിക അധികാരങ്ങളെയും ആക്സസുകളെയും സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ഏലിയ ചെയ്ത പ്രവൃത്തികളെല്ലാം ഇപ്പോൾ എലീശയ്ക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഏലിയയുടെ മാൻഡിൽ ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? എലീശയുടെ മേലുണ്ട്. എലീശയുടെ ആത്മാവിൽ ആ മാൻഡിൽ വന്നു പതിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഈ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഏലിയ പ്രവാചകൻ തൻ്റെ സ്പിരിച്വൽ മാൻഡിൽ എലീശയ്ക്ക് കൈമാറ്റം ചെയ്യുന്നു. പിന്നീട് എലീശയിലൂടെ ഏലിയ പ്രവാചകൻ ചെയ്ത പ്രവൃത്തികൾ തുടർന്ന് ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, പ്രവാചക ദൗത്യം തുടർന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ മാൻഡിൽ എന്ന് പറയുന്നത് അതിന് വചനപ്രകാരം അടിസ്ഥാനമുണ്ട് എന്ന് നമ്മൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ചില വചനങ്ങൾ എടുത്ത് ഞാൻ സംസാരിക്കാൻ ഇടയായത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഏലിയ പ്രവാചകനിൽ എങ്ങനെയാണ് ഈ അഭിഷേകത്തിൻ്റെ മേലങ്കി രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ഏലിയ പ്രവാചകൻ എങ്ങനെയാണ് ഈ അഭിഷേകത്തിൻ്റെ മേലങ്കി ലഭിച്ചത്? അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ 2 തലങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അഭിഷേകത്തിൻ്റെ മേലങ്കിയുണ്ട്. ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്ന അഭിഷേകത്തിൻ്റെ മേലങ്കിയുണ്ട്. അപ്പം ഈ മാൻഡിൽ എന്ന് പറയുമ്പോൾ അതിന് 2 തലങ്ങളുണ്ട്. ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്ന അഭിഷേകത്തിൻ്റെ മേലങ്കികളുണ്ട്, ഒരു വ്യക്തിയിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന അഭിഷേകത്തിൻ്റെ മേലങ്കിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു വ്യക്തിയിൽ അഭിഷേകത്തിൻ്റെ മേലങ്കി രൂപപ്പെടുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിൽ ഒരു ഡെലിവറൻസിൻ്റെ മാൻഡിൽ രൂപപ്പെടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഒരു പ്രവാചകൻ്റെ ഒരു മാൻഡിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യാം, ഒരു വ്യക്തിയിൽ അവരുടെ യുണീക്കായിട്ടുള്ളൊരു മാൻഡിൽ രൂപപ്പെടുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഈ അഭിഷേകത്തിൻ്റെ മേലങ്കികൾ വ്യക്തികൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏലിയ പ്രവാചകനിൽ എങ്ങനെയാണ് അത് രൂപപ്പെട്ടത് എന്ന് നമ്മളൊന്ന് വേഗം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ശുശ്രൂഷകൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതിപ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അഭിഷേകത്തിൻ്റെ മേലങ്കികൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാകുന്ന കാര്യമല്ല. ഒരു വ്യക്തിയിൽ, എന്നിലോ നിങ്ങളിലോ ദൈവം ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കുന്നതല്ല ശരിക്കും അഭിഷേകത്തിൻ്റെ മാൻഡിലുകൾ. ഞാൻ പറഞ്ഞു, അഭിഷേകത്തിൻ്റെ മാൻഡിലുകളെ സംബന്ധിച്ച് 2 തലങ്ങളുണ്ട്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മാൻഡിലുകളുണ്ട്, ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്ന മാൻഡിലുകളുണ്ട്. അപ്പം നമ്മളിത് സംസാരിക്കുന്നത് ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഈ മാൻഡിൽ രൂപപ്പെട്ടു വരുന്നത്, ഫോം ചെയ്തു വരുന്നത് എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിലും ഒരു മാൻഡിൽ 1 സെക്കൻഡ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ 1 ദിവസം കൊണ്ടോ അല്ല രൂപപ്പെട്ടു വരുന്നത്. എങ്ങനെയാണ് മാൻഡിലുകൾ ഒരു വ്യക്തിയിൽ രൂപപ്പെട്ടു വരുന്നത്? ഇറ്റ് ഈസ് ത്രൂ എ സീസൺസ് ഓഫ് സ്പിരിച്വൽ ട്രെയിനിങ്.
ഒരു വ്യക്തിയെ പല സീസണുകളിൽ പരിശുദ്ധാത്മാവ് ചില ട്രെയിനിങ്ങിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് ആ വ്യക്തിയിൽ ഒരു യുണീക്കായ, ആ വ്യക്തിയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു മാൻറ്റിൽ, ഒരു മേലങ്കി ആ വ്യക്തിയിൽ രൂപപ്പെട്ടു വരുന്നത്. ഉദാഹരണമായിട്ട് മോശ എന്ന് പറയുന്ന പഴയ നിയമ പ്രവാചകനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, മോശ 40 വർഷം മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിലായിരുന്നു. അപ്പോൾ ആ 40 വർഷത്തെ പല സീസണുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 10 വർഷം, 15 വർഷം, 20 വർഷം, അങ്ങനെ വ്യത്യസ്ത സീസണുകളായിട്ട് നമുക്ക് എപ്പോഴും തിരിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ സീസണിലും മോശയിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച ഒരു സമർപ്പണമുണ്ട്. ഓരോ സീസണിലും മോശയിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച ചില അതിജീവനങ്ങളുണ്ട്. ചില പരിശോധനകളെ ജയിക്കണം, ചില പരീക്ഷകളെ അതിജീവിക്കണം, ചില വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യണം, ചില സമർപ്പണങ്ങൾ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ പല സീസണുകളിലൂടെ ട്രെയിൻ ചെയ്യപ്പെടുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ദൈവികമായ മാൻഡലുകൾ രൂപപ്പെടുന്നത്. ഹല്ലേലൂയ. ഇനി ദൈവിക മാൻഡലുകൾ പലപ്പോഴും പരിശോധനകളുടെയും പരീക്ഷണങ്ങളുടെയും റിസൾട്ടായിട്ട് വ്യക്തികൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ അതിനാധാരമായിട്ട് നമുക്ക് അപ്പസ്തോലനായ പൗലോസിൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ, അവിടെ 2 കൊറിന്ത്യൻസ് അതിൻ്റെ 6-ാം അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസിൽ ഈ അപ്പസ്തോലിക മാൻഡിൽ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാൻഡിലുകൾ ഒരു സെക്കൻഡ് കൊണ്ട് ആരും രൂപപ്പെടാറില്ല. മാൻഡിലുകൾ ഒരു പീരീഡ് ഓഫ് ടൈമിലൂടെയാണ് ശരിക്കും അത് രൂപപ്പെട്ട് വരുന്നത്. ഓരോ മാൻഡിലും ഡെവലപ്പ് ചെയ്യപ്പെടുവാനുള്ളൊരു സീസൺസ് ഉണ്ട്. ഒരു സീസണിൽ നിന്ന് അടുത്ത സീസണിലേക്ക്, ആ സീസണിൽ നിന്ന് അടുത്ത സീസണിലേക്ക്, അങ്ങനെ സീസൺ ബൈ സീസണിൽ ആ മാൻഡിലിൻ്റെ ഖനം, അതിൻ്റെ തേജസ്, അതിൻ്റെ മഹത്വം വർദ്ധിച്ച് ദേ വിൽ ഡെവലപ്പ് എ മാൻഡിൽ. അവരുടെ ആത്മീയ തലങ്ങളിൽ ആ പുതപ്പ് അവിടെ തന്നെ ഡെവലപ്പ് ചെയ്താണ് വരുന്നത്. ശരിക്കും നമുക്ക് അപ്പോസ്തലനായ പൗലോസിൻ്റെ ചില വാക്കുകളിലേക്ക് നമുക്ക് കടന്നു വരാം. കൊറിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊറിന്ത്യൻസിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ അപ്പസ്തോലിക മാൻഡിൽ എങ്ങനെയാണ് ശരിക്കും അപ്പോസ്തലനായ പൗലോസിൽ രൂപപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പസ്തോലിക ഓഫീസുണ്ട്, അപ്പസ്തോലിക മാൻഡിലുണ്ട്. രണ്ടും രണ്ടാണ്. അപ്പസ്തോലിക ഓഫീസിലേക്ക് യേശു കർത്താവാണ് ശരിക്കും അപ്പോയിൻ്റ് ചെയ്തത്. പക്ഷേ അപ്പസ്തോലിക ഓഫീസിൽ അപ്പസ്തോലനായ പൗലോസ് ആയിരിക്കുന്ന സമയത്ത് ആ ഡെവലപ്പ് ചെയ്ത മാൻഡിൽ, ആ മേലങ്കി എങ്ങനെയാണ് ശരിക്കും അത് ഡെവലപ്പ് ചെയ്തത്? അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, ചില പീഡകളുണ്ടായിട്ടുണ്ട്. ആ പീഡകളിൽ ക്ഷമയോടെ മുമ്പോട്ട് പോയി. ചില ഞെരുക്കങ്ങളുണ്ടായി, ആ ഞെരുക്കങ്ങളിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ല. ചില അത്യാഹിതങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി. ചിലർ പിടിച്ച് മർദ്ദിച്ചു, ചിലർ കാരാഗ്രഹങ്ങളിൽ അടച്ചു, ചിലർ അപ്പസ്തോലനായ പൗലോസിൻ്റെ പ്രസംഗങ്ങൾ കേട്ട ലഹളയുണ്ടാക്കി, കഠിനമായ അധ്വാനങ്ങൾ ചെയ്യേണ്ടി വന്നു. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ അപ്പസ്തോലനായ പൗലോസ് 2 കൊറിന്ത്യൻസ് 6-ാം അധ്യായത്തിൽ പറയുന്നു. ജാഗരണത്തിൽ എന്ന് വെച്ചാൽ മണിക്കൂറുകളുള്ള പ്രാർത്ഥന, ചിലപ്പോൾ പല സമയങ്ങളിലും വിശപ്പിൽ, ഹല്ലേലൂയ, കഴിക്കാൻ ആഹാരമില്ലായിരുന്നു. അന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. ശുദ്ധതയിൽ, വിശുദ്ധിയോടെയുള്ള ജീവിതം മെയിൻറ്റെയിൻ ചെയ്തു. ജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനം ആർജിച്ചു. വിശുദ്ധ ലിഖിതങ്ങൾ എടുത്തു, പഴയ നിയമ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു, ആവർത്തിച്ച് പഠിച്ചു, ആവർത്തിച്ച് മെഡിറ്റേറ്റ് ചെയ്തു, ജ്ഞാനം നിറച്ചു. കാരണം ജ്ഞാനമുള്ളവന് ദൈവം ജ്ഞാനം നൽകുന്നു എന്ന വചനം പറയുന്നത്. അറിവുള്ളവൻ അവിടുന്ന് അറിവ് കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പം വിശുദ്ധ ബൈബിൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആ ബൈബിളിലൂടെ നമ്മളത് ജ്ഞാനം ആർജിക്കണം. അപ്പം വലിയ എൻഡ് ടൈം റെവലേഷൻസും മിസ്റ്ററീസും ഒക്കെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ ഇടയാവും. ക്ഷമയിൽ, ഹല്ലേലൂയ, ദയയിൽ, പലപ്പോഴും ദയ കാണിച്ചു, പരിശുദ്ധാത്മാവിൽ എന്നൊക്കെ അപ്പോസ്തലനായ പൗലോസോട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ബഹുമാനത്തിലും അവമാനത്തിലും എന്ന് പറഞ്ഞാൽ ആൾക്കാർ ബഹുമാനിക്കുമ്പോഴും ആൾക്കാർ അപമാനിക്കുമ്പോഴും രണ്ടിനെയും ഒരേ രീതിയിൽ എടുക്കാൻ അറിയാമായിരുന്നു. സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും. ഹല്ലേലൂയ. അപ്പം ദൈവദാസന്മാരായിട്ട് ഒരുക്കപ്പെടുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് സത്കീർത്തി ഉണ്ടാകും, നിങ്ങൾക്ക് ദുഷ്കീർത്തി ഉണ്ടാകും. നല്ല കാര്യങ്ങൾ ഉണ്ടാകും, മോശ കാര്യങ്ങളും ഉണ്ടാകും. ഹല്ലേലൂയ. എപ്പോഴും 2 സൈഡും ഉണ്ടാവും. അപ്പം ബഹുമാനം വരുമ്പോഴും അപമാനം വരുമ്പോഴും, സത്കീർത്തി വരുമ്പോഴും ദുഷ്കീർത്തി വരുമ്പോഴും, ഹല്ലേലൂയ, അത് രണ്ടിനെയും ഒരേപോലെ എടുക്കുവാനുള്ള ക്യാരക്ടർ ഉണ്ടാകണം. അല്ലെങ്കിൽ ബഹുമാനം വരുമ്പോൾ ഉടനെ അങ്ങ് വലിയ അഹങ്കാരം കൊണ്ട് നിറയാതെ, 10 ആൾക്കാർ പ്രശംസിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊങ്ങിപ്പോകാതെ. കാരണം പ്രശംസിച്ച് മുമ്പോട്ട് പൊങ്ങിപ്പോകുമ്പോൾ ഉണ്ടല്ലോ, ദുഷ്കീർത്തി വന്ന് വെട്ടി താഴെയിടും. അപ്പോൾ സത്കീർത്തി വന്നാലും ദുഷ്കീർത്തി വന്നാലും, ബഹുമാനം വന്നാലും അപമാനം വന്നാലും, എല്ലാത്തിനെയും ഒരു സെയിം ലെവലിൽ എടുക്കാനുള്ള ആത്മീയ പക്വത, ക്യാരക്ടർ അത് കാണിക്കണം നമ്മളെല്ലാവരും. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷേ അപ്പസ്തോലിൻ്റെ പ്രസംഗം കേട്ടിട്ട് അവർ പറഞ്ഞു അവൻ വ്യാജപ്രവാചകനാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പലപ്പോഴും പല സത്യങ്ങളും ചില വ്യക്തികൾക്ക് മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ, ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പെട്ടെന്ന് ഇത് ദുരുപദേശമാണെന്ന് പറഞ്ഞ ആൾക്കാരെ അങ്ങ് തള്ളിക്കളയും. ഹല്ലേലൂയ. എന്നാൽ അത് ക്ഷമയോടെ കേൾക്കാനോ പരിശുദ്ധാത്മ സന്നിധിയിൽ അതിനെ ഒന്ന് വെച്ച് വിവേചിക്കാനോ ആരും തയ്യാറല്ല.
ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ കേട്ടതുപോലെ അല്ലിത് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് അത് ദുരുപദേശമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു. ഹല്ലേലൂയ. അതായത് അവർ ഫോൾസായിട്ട് കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. കാരണം പറഞ്ഞ കാര്യമെല്ലാം സത്യമാണ്. ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെടുന്നവരാണ്. ചില കൂട്ടായ്മയിൽ ഞങ്ങളെ ആർക്കും അറിയത്തില്ല, ചില കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ ചിലർക്ക് ഞങ്ങളെ അറിയാം. ഹല്ലേലൂയ. അപ്പോൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെടുന്നവരെ പോലെയാണെങ്കിലും, ബഹുമാനത്തിലാണെങ്കിലും അപമാനത്തിലാണെങ്കിലും, സത്കീർത്തിയിലാണെങ്കിലും ദുഷ്കീർത്തിയിലാണെങ്കിലും എപ്പോഴും എന്താണ് ഒരു സെയിം ലെവൽ ഓഫ് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ശുശ്രൂഷകൾ വളരെ എളുപ്പമാകും. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ദുഃഖിതരായിരുന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഞങ്ങൾ സന്തോഷിക്കുന്ന അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ദരിദ്രരായിരുന്നു, പക്ഷേ ഞങ്ങൾ അനേകരെ സമ്പന്നരാക്കിയിട്ടുണ്ട്. കാരണം സമ്പന്നരാക്കാനുള്ള ചില മാൻഡലുകളുണ്ട്. ചില വ്യക്തികളുടെ ലൈഫിനകത്ത് സമ്പത്തുകളെ റിലീസ് ചെയ്യുന്ന ചില അധികാരങ്ങളുണ്ട്. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുവാണ് ശരിക്കും എന്താണ്, ഞങ്ങൾ പലപ്പോഴും ദരിദ്രന്മാരെ പോലെ വിശപ്പൊക്കെ അനുഭവിച്ച് അപകീർത്തിപ്പെട്ട് ഹല്ലേലൂയ ചില സഹനങ്ങളിലൂടെ കൊണ്ടുപോയി അടികളേറ്റ് ഞങ്ങളെ പ്രതി കലഹങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താണ് ചില ക്യാരക്ടറുകൾ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത സമയത്ത് അപ്പോസ്തലൻ പൗലോസിൻ്റെ മേൽ ചില ഡിവൈൻ മാൻഡലുകൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനിയും ഡിവൈൻ മാൻഡലുകൾ എങ്ങനെയാണ് ഒരാത്മാവിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്? ഞാൻ പറഞ്ഞു, സീസൺസ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ചില പരീക്ഷകളെ പരിശോധനകളെ അതിജീവിച്ച് അത് ഡെവലപ്പ് ചെയ്യും. പിന്നെന്താണ്, വിശ്വസ്തത വേണം. എന്താണ്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തമായിരിക്കണം. പലപ്പോഴും നമ്മൾ പ്രവചന സന്ദേശങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ പ്രവചനങ്ങൾ കേട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഓവർനൈറ്റിൽ ഒരു ദിവസം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ആയിത്തീരും എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. സ്റ്റേജ് ബൈ സ്റ്റേജായിട്ടാണ് കർത്താവ് നമ്മുടെ ഉയർച്ച വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തരുന്ന ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നാൽ അടുത്ത ലെവലിലോട്ട് കർത്താവ് നിങ്ങളെ ഉയർത്തും. ഞാൻ എൻ്റെ വ്യക്തിപരമായ ലൈഫിനെ ഇന്ന് പരിശോധിക്കുമ്പോൾ യേശു കർത്താവുമായിട്ടുള്ള എൻ്റെ യാത്ര തുടങ്ങിയിട്ട് 18 വർഷമായി. നിങ്ങളൊക്കെ 40-50 വർഷങ്ങളായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. എൻ്റെ വ്യക്തിപരമായ യാത്ര 2007 യേശു കർത്താവുമായി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഏകദേശം 18ഓളം വർഷത്തെ ഞാൻ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിനകത്ത് വ്യത്യസ്ത സീസണുകളുണ്ടായിരുന്നു. എൻ്റെ ലൈഫിനകത്ത് ചില ടോർമെൻറ്റുകളുടെ സീസൺ ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിനകത്ത് ചില ഫാസ്റ്റിങ്ങുകളുടെ സീസൺ ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിനകത്ത് ചില പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ട സീസണുകളുണ്ടായിരുന്നു. ഹല്ലേലൂയ. സോ ഒരു സീസണുകളിലൂടെയാണ് പലപ്പോഴും പല മാൻഡലുകളും നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഹല്ലേലൂയ. അനേകം പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലരും അങ്ങനെ കരയുന്ന അനേകം പേരുണ്ടല്ലേ? ഹല്ലേലൂയ. ഞാനും കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൈവറ്റ് മൊമെൻറ്റ്, എലോൺ മൊമെൻറ്റുകളായി ഉണ്ടായിട്ടുണ്ട്. മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. എന്താണ്, ഓരോ സീസണുകളിൽ കർത്താവ് നമ്മളെ എന്താണ്, ഹീസ് ഇൻക്രീസിങ് അസ്, ഹീസ് എലിവേറ്റിംഗ് അസ്. അങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ കൃപയാൽ എന്ത് ചെയ്തു, കർത്താവ് ആ ഡെലിവറൻസ് മാൻഡിൽ എൻ്റെ മേലെ ഇടാനിടയായി, എന്നിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനിടയായി. 2020 ശുശ്രൂഷകൾ സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തമായിട്ട് ചെയ്തു. പിന്നെ അതിനെ കർത്താവ് സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് വളർത്തുമ്പോൾ എല്ലാ സ്റ്റേജിലും എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച ചില സാക്രിഫൈസുകളുണ്ട്. ചില പൈശാചിക പീഡകളിലൂടെ ഞാൻ പോകേണ്ടി വന്നിട്ടുണ്ട്. ചില സഹനങ്ങളെ മുമ്പോട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചില പീഡനങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. വ്യക്തികളിലൂടെയുള്ള അപമാനങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചില പരീക്ഷകളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ എലിവേഷൻ്റെ ആ ടോട്ടൽ പാക്കേജിൻ്റെ പാർട്ടാണ്. ഹല്ലേലൂയ. സോ ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമുക്കൊരു യുണീക്ക് മാൻഡിൽ കിട്ടും അല്ലേ? ആ മാൻഡിൽ എന്താണ്, നമ്മുടെ ഉള്ളിൽ വ്യത്യസ്ത സീസണുകളിൽ പല പരീക്ഷകളെ അതിജീവിച്ച് പല പരീക്ഷണങ്ങളെ നമ്മൾ ജയിച്ച് കഴിയുമ്പോൾ നമ്മിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു മാൻഡിലുണ്ട്. ഹല്ലേലൂയ. അത് നമുക്ക് എന്താണ്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഇനി മറ്റു ചില ചോദ്യങ്ങളിലേക്ക് വേഗം പോകാൻ ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിൻ്റെ പുതപ്പുകൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കുമോ? 100% പോസിബിളാണ്. നമുക്കറിയാം, എലിയ പ്രവാചകൻ എലീശയുടെ മേൽ അത് കൈമാറ്റം ചെയ്തു. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. മോശ എന്ത് ചെയ്തു, അത് ജോഷിക്ക് കൈമാറ്റം ചെയ്തു. ഡ്യൂട്രോണമി 34-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. യേശു കർത്താവ് അപ്പസ്തോലന്മാർക്ക് അത് കൈമാറ്റം ചെയ്തു കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. ഇനി അപ്പസ്തോലനെ പൗലോസ് അത് തിമോത്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ അഭിഷേകത്തിൻ്റെ പുതപ്പുകൾ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. 2 തരത്തിൽ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അഭിഷേകത്തിൻ്റെ മാൻഡിലുകൾ, പുതപ്പുകളെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയിൽ അഭിഷേകത്തിൻ്റെ മാൻഡിലുകളെ പരിശുദ്ധാത്മാവിനെ രൂപപ്പെടുത്തിയെടുക്കാനും സാധിക്കും. 2 തലങ്ങളുമുണ്ട്.
ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് അന്ത്യകാലങ്ങളിൽ യേശു കർത്താവ് നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്ന അഭിഷേകത്തിൻ്റെ മേലങ്കികൾ എന്തൊക്കെയാണ് എന്നുകൂടെ നമ്മളൊന്ന് കാണാൻ സാധിക്കുന്നു. അതിനു മുമ്പ് മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിൻ്റെ മേലങ്കികൾ നമുക്ക് ലഭിക്കുമ്പോൾ എന്തൊക്കെ സ്വർഗീയ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? സോ വ്യത്യസ്ത ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഇന്ന് ഒന്ന് ഓടിച്ച് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിനെ സംബന്ധിച്ച് പഠിക്കുകയും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കഴിയുമെങ്കിൽ ശുശ്രൂഷകൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഡിവൈൻ മാൻഡിൽസ്. ഹല്ലേലൂയ. അപ്പോൾ അഭിഷേകത്തിൻ്റെ മേലങ്കികൾ നമുക്ക് ലഭിക്കുമ്പോൾ എന്തൊക്കെ സ്വർഗീയ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത് വി വിൽ ഗെറ്റ് എ പ്രൊഫറ്റിക് ഇൻസൈറ്റ്. അത് പ്രവചനപരമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് ലഭിക്കും. അന്ത്യനാളുകളിൽ മാത്രമല്ല ഏത് ശുശ്രൂഷകൾ, ദൈവിക ശുശ്രൂഷകൾ ചെയ്യണമെങ്കിലും നമുക്കൊരു പ്രൊഫറ്റിക് ഇൻസൈറ്റ് ഉണ്ടാകണം. അതുകൊണ്ടാണ് ശരിക്കും മെൻറ്ററിങ് ക്ലാസ്സിനകത്ത് ആദ്യത്തെ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം പ്രൊഫറ്റിക് ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നമ്മൾ അതിനകത്തൊരു ഇൻക്രീസ് ഉണ്ടാകണം. അതിനകത്തൊരു ഒരു പ്രൊഫറ്റിക് ഇൻസൈറ്റ് നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ ചില കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ ഫ്ലോ, മൂവ്മെൻറ്റ്, ഹോളി സ്പിരിറ്റിൻ്റെ മൂവ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഒരു മാൻഡിൽ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു അഭിഷേകത്തിൻ്റെ മേലങ്കി ഒരാൾക്ക് ലഭിക്കുമ്പോൾ ആദ്യമായിട്ട് ലഭിക്കുന്നതാണ് ഒരു പ്രൊഫറ്റിക് ഇൻസൈറ്റ് ലഭിക്കും. രണ്ടാമതായിട്ട് ചില ആത്മീയ ശക്തി ഉപയോഗിച്ച് ചില ഭൗതിക തലങ്ങളെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യാൻ, അതിനെ ചേഞ്ച് ചെയ്യുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം ഭൗതിക ശക്തിയേക്കാൾ ശക്തിയുള്ളതാണ് ആത്മീയ ശക്തി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആത്മീയ ലോകമാണ് ഈ ഭൗതിക ലോകത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ ഏത് ലോകമാണ് ശക്തിയുള്ളത്? ആത്മീയ ലോകമാണ് ശക്തിയുള്ളത്. അപ്പോൾ ആത്മീയ ലോകത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഭൗതിക ലോകത്ത് ചില കാര്യങ്ങളെ നമുക്ക് നീക്കുവാൻ, ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചില മൂവ്മെൻറ്റുകളെ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എപ്പോഴാണ് ഒരു മേലങ്കി, ആത്മീയ ഡിവൈൻ മേലങ്കികൾ, അഭിഷേകത്തിൻ്റെ മേലങ്കികൾ നമുക്ക് ലഭിക്കുമ്പോൾ. ഇനി മൂന്നാമതായിട്ട് അഭിഷേകത്തിൻ്റെ മേലങ്കി ലഭിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കാണാനും കേൾക്കാനുമുള്ള കഴിവ് വർദ്ധിക്കുന്നു. നമുക്കറിയാം അഭിഷേകത്തിൻ്റെ മേലങ്കിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് കാണാനും കേൾക്കാനുമുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. ദൈവിക വഴികളെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ദൈവിക ശക്തിയും അധികാരവും ചില പ്രത്യേക തലങ്ങളുടെ മേൽ, ചില മണ്ഡലങ്ങളുടെ മേൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള കഴിവ്, കപ്പാസിറ്റി എന്താണ്? നമ്മുടെ ആ മാൻഡിൽ മുഖാന്തരം നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരും. പലപ്പോഴും ചില ദൈവിക പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ബേർഡൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഹല്ലേലൂയ. ചില സമയത്ത് പ്രാർത്ഥിക്കാനൊരു ആത്മഭാരം എന്നൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, അല്ലേ? മലയാളത്തിൽ പറയാറുണ്ട്, എനിക്ക് വലിയൊരു ആത്മഭാരമായിരുന്നു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലേ? അതുപോലൊരു ബേർഡൻ. അപ്പോൾ ആത്മഭാരം വരുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ വരുന്ന ഒരു ബേർഡനാണ്, അല്ലേ? ചില സമയത്ത് ചില ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ചില രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഭാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഇതുപോലെ തന്നെ ഒരു മാൻഡിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മളെ പൊതിയുമ്പോൾ ദൈവികമായ ചില അസൈൻമെൻറ്റുകൾ ചെയ്യാനുള്ള ഒരു ഒരു ബേർഡൻ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിക്ഷേപിക്കും. ഹല്ലേലൂയ. ഇനിയും ആത്മീയ മേലേക്ക് നമുക്ക് വരുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാവും. നമ്മുടെ പർപ്പസിനെക്കുറിച്ചും നമ്മുടെ കോളിങ്ങിനെക്കുറിച്ചും നമ്മുടെ മിഷൻസിനെക്കുറിച്ചും നമ്മുടെ അസൈൻമെൻറ്റുകളെക്കുറിച്ചും ഒക്കെ നമുക്കൊരു ബോധ്യം ആ മാൻഡിൽ മുഖാന്തരം ഉണ്ടാകും. ഹല്ലേലൂയ. പിന്നെ എന്താണ്? വളരെ വിശ്വാസത്തോടു കൂടി യേശുവിനെ സാക്ഷീകരിക്കുവാനുള്ള ഒരു ശക്തിയും ബലവും ഈ മാൻഡിൽ മുഖാന്തരം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ വ്യത്യസ്ത കാര്യങ്ങളാണ് ഒരു മാൻഡിൽ നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഡിവൈൻ കണക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ വഴികൾ തുറക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. ചില സമയത്ത് ആ ഡിവൈൻ മാൻഡിൽ വരുമ്പോൾ ചില രാജ്യങ്ങളുടെ ഡോറുകൾ ഓപ്പൺ ചെയ്ത് കിട്ടും, ചില വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻസ് വരും. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ഒരു മാൻഡിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള നന്മകൾ ഞാൻ പറഞ്ഞു, പല പ്രൊഫറ്റിക് ഇൻസൈറ്റ് കിട്ടും, ചില സ്ഥലങ്ങളുടെ മേൽ, ചില മണ്ഡലങ്ങളുടെ മേലുള്ള അധികാരവും ശക്തിയൊക്കെ കിട്ടും, ചില വാതിലുകൾ തുറന്നു വരും, ചില കണക്ഷനുകൾ ഉണ്ടാകും. അങ്ങനെ അനേകം നന്മകൾ, ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾ വർദ്ധിക്കുന്ന പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിലും ഒരു മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അതിൻ്റെ മറ്റേ സൈഡും ഉണ്ട്. മറ്റേ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയയുള്ളവർ എഴുന്നേൽക്കും, നിങ്ങൾക്കെതിരെ വിരോധമായിട്ട് ചില ആളുകൾ എഴുന്നേറ്റ് വരും, ഓപ്പോസിഷൻസ് ഉണ്ടാകും, പെർസിക്യൂഷൻസ് ഉണ്ടാകും, പീഡനങ്ങളുണ്ടാകും. ഇതെല്ലാം ഇതിൻ്റെ ഒരു പാക്കേജിൻ്റെ പാർട്ടാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവികമായിട്ടുള്ള എന്ത് നമ്മൾ ലഭിച്ചാലും അതൊരു പാക്കേജ് പോലെയാണ്. അപ്പം ഒരു അഭിഷേകം എന്താണ്? ശത്രുക്കളെ കൂട്ടും. ഹല്ലേലൂയ. ഇപ്പം ഞാൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് വലിയ ശത്രുക്കളൊന്നും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. വളരെ കുറച്ച് ശത്രുക്കളുണ്ട്, എല്ലാവർക്കും ശത്രുക്കളുണ്ട്. ശത്രുക്കളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയ പിന്നാണ് എനിക്ക് ശത്രുക്കളുടെ എണ്ണം കൂടിയത്.
അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കുടുംബത്തിനകത്ത് ചിലപ്പോൾ ഒരു ബ്രദറായിരിക്കും എന്നെ ഫോളോ ചെയ്യുന്നത്. ആ ബ്രദറിൻ്റെ വൈഫ് എന്നെ ഫോളോ ചെയ്യാറില്ല. അപ്പോൾ ആ വൈഫ് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ശത്രുവായി മാറി. ചില കുടുംബങ്ങളിൽ ചില സഹോദരിമാരായിരിക്കും എന്നെ ഫോളോ ചെയ്യുന്നത്, ആ ബ്രദേഴ്സ് ഫോളോ ചെയ്യാറില്ല, ഹസ്ബൻഡ് ഫോളോ ചെയ്യാറില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹസ്ബൻഡിൻ്റെ ശത്രുവായി മാറി. അപ്പോൾ അങ്ങനെ പല കാര്യം, ചില സമയത്ത് ഹസ്ബൻഡും വൈഫും ഫോളോ ചെയ്യാറുണ്ട്, മക്കൾ ഫോളോ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കുറേ മക്കളുടെ ഇപ്പോൾ എൻ്റെ ശത്രുക്കളുടെ എണ്ണം നോക്കുവാണെങ്കിൽ കുറേ ആൾക്കാരായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വളരെ ജെനുവിനായിട്ടുള്ളൊരു മെസ്സേജാണ് പങ്കുവെച്ചല്ലേ. ഹൈഡ്ര എന്ന ഫോമിൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ രൂപത്തിൽ ഹൈഡ്ര എന്ന സ്പിരിറ്റ് വരുമ്പോൾ എന്ന് വരാൻ സാധ്യതയുണ്ട്, ദൈവമക്കൾ ശ്രദ്ധിക്കണമെന്ന് അതിപ്രധാനപ്പെട്ട മെസ്സേജ് ഞാൻ പങ്കുവെച്ച സമയത്ത് പല ആൾക്കാരും വന്ന് എൻ്റെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്ത്, നിൻ്റെ തലയെ ഇടിവെട്ടി നീ മരിച്ചു പോട്ടെ എന്ന് ശപിച്ച ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ക്രിസ്തീയ വിശ്വാസികളാണെന്ന പേരെങ്കിലും അകത്തിരിക്കുന്നത് വല്ലതും എന്താണ്, വിഷമാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു മെസ്സേജ് ഏതൊരു ബ്രദർ, അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ ബ്രദർ ഒരു വചനം കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്, ഈ വചനപ്രകാരം നിൻ്റെ തലയിൽ ഇടുത്തി വീണ് നീ മരിച്ചു പോകും എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് അല്ലേ. അപ്പോൾ ശാപങ്ങൾ, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഇതൊക്കെയാണ് ശരിക്കും. ചില ശാപങ്ങൾ, ചില അസൂയ കണ്ണുകൾ, ചില വീഡിയോകൾ, ചില എതിർപ്പുകൾ, ഇതെല്ലാം ഇതിൻ്റെ പാർട്ടാണ്. ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു സുഖകരമായ ഒരു ശുശ്രൂഷയാണെന്ന് ചിന്തിച്ച് ആരും ഈ സംഭവത്തിലേക്ക് ഇറങ്ങാൻ മെനക്കെടുക വേണ്ട. ഇതനേകം ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ സമാധാനം നൽകുവാനല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, വാളാണ് എന്ന് യേശു കർത്താവ് പറയാനുള്ള കാരണം എന്താണ്? ഇത് ഈ ശുശ്രൂഷയിൽ ചില ഡിവിഷനുകളുണ്ടാകും, ചില അനേകം ശത്രുക്കൾ എഴുന്നേറ്റ് വരും. കാരണം ഇതൊരു ആത്മീയ മണ്ഡലത്തിലുള്ള പോരാട്ടമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഭിഷേകത്തിന്. അങ്ങനെ മെസ്സേജ് അയച്ച എല്ലാവരോടും ഞാൻ പൂർണ്ണമായിട്ട് അവരെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ജ്ഞാനവും അറിവും ഈ അന്ത്യനാളുകളിൽ വേണം. അപ്പോൾ അതിൻ്റെ കുറവുള്ളത് കൊണ്ട് മാത്രമാണ് അവർ അറിവില്ലായ്മ മുഖാന്തരം ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. ഞാനൊക്കെ എൻ്റെ ലൈഫിനകത്ത് എന്നെ പീഡിപ്പിച്ച അനേകം പേര് ഇഷ്ടം പോലെ പ്രാവശ്യം ശപിച്ചിട്ടുണ്ട് ഞാൻ. ഹല്ലേലൂയ. ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരൊന്നുമില്ല. ഞാൻ ഒട്ടും പെർഫെക്റ്റുള്ള മനുഷ്യനല്ല. എൻ്റെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ നല്ല എതിർപ്പിൻ്റെ അനുഭവങ്ങൾ, ഹല്ലേലൂയ, നമ്മളെ പട്ടിയെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ താഴ്ന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന വ്യക്തികൾ, അവരെയൊക്കെ ഞാനിരുന്ന് ഇതുപോലെ ശപിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീടൊക്കെ ഞാൻ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കർത്താവിനോട് ക്ഷമ ചോദിക്കുകയും, ഹല്ലേലൂയ, അവരെയൊക്കെ ബ്ലെസ് ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇത് ഓരോ സീസണിൻ്റെ പ്രത്യേകതയാണെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഓരോരുത്തരും വ്യത്യസ്ത അളവിലാണല്ലോ പരിശുദ്ധാത്മാവിനാൽ ഉയർത്തപ്പെടുകയും അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സോ വി ജസ്റ്റ് ഫോർഗീവ് എവറിബഡി. ഓക്കെ, വി ഹാവ് നോ ഇഷ്യൂ വിത്ത് എനിവൺ. നമ്മളെ അപമാനിക്കുന്നവരോടോ പീഡിപ്പിക്കുന്നവരോടോ വീഡിയോ ഇറക്കുന്നവരോടോ വി ഡോണ്ട് ഹാവ് എനിത്തിങ്. ഓക്കെ, ഇത് അടുത്ത ദിവസങ്ങളിൽ തീരുന്ന ഒരു ജീവിതമായത്. ഹല്ലേലൂയ. ഇന്നലെ ചിന്തിച്ച് നോക്കിക്കേ, ഇന്നലത്തെ ദിവസം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എത്രയോ വലിയ പ്ലാനിങ്ങുകൾ ചെയ്ത അനേകം പേര് ഇന്ന് രാവിലെ എഴുന്നേറ്റില്ല. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്തുമാത്രം പ്ലാനിങ്ങാണ് ചെയ്യുന്നത് അല്ലേ. അടുത്ത മാസം ഇത് ചെയ്യണം, അടുത്ത വർഷം ഇത് ചെയ്യണം, ഈ വർഷം ഇന്ന ഫിസിക്കൽ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യണം. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഈ വർഷം ചെയ്യേണ്ട ഫിസിക്കൽ മീറ്റിങ്ങുകളെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുവാണ്. ഞാൻ ആ ഫിസിക്കൽ മീറ്റിങ്ങിൽ ഉണ്ടാകുമെന്ന് ആർക്കറിയാം? ഹല്ലേലൂയ. വി ഡോണ്ട് നോ, റൈറ്റ്? വി ഡോണ്ട് നോ എനിത്തിങ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഒരു മനുഷ്യന് അറിയാൻ പറ്റാത്ത ഏക കാര്യം എന്ന് പറയുന്നത് അവൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള അറിവുകൾ, അല്ലെങ്കിൽ എന്താണ് മരണത്തെ സംബന്ധിക്കുന്ന അറിവുകൾ പലപ്പോഴും ഒരു മനുഷ്യനില്ല. ഇപ്പം അപ്പസ്തോലന്മാർക്കൊക്കെ തങ്ങൾ മരിക്കും എന്നറിയാമായിരുന്നു, ഇന്ന രീതിയിലൊക്കെ മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പലപ്പോഴും ദ ടൈം ലൈൻ വി ഡു നോട്ട് നോ. ഹല്ലേലൂയ. അപ്പം നമ്മൾ നാളെ കൊഴിഞ്ഞു പോകേണ്ടവരാണ് നമ്മളല്ലേ. നാളെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്ന നമ്മൾ. വൈ വി ഡി നീഡ് ടു ഹാവ് റിവെഞ്ച് ആൻഡ് ഓൾ ജലസി അല്ലേ. അസൂയയുടെയും ഈ റിവെഞ്ചിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഹല്ലേലൂയ. ഓരോരുത്തരെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, ഞാൻ ഏതെങ്കിലും ഡിനോമിനേഷനുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ തരം താഴ്ത്തുന്ന ഒരു ശുശ്രൂഷയായിട്ടല്ല അത് ചെയ്തത്. യേശു കർത്താവ് സംസാരിച്ചതും പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പറഞ്ഞ കാര്യം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഓക്കെ, ഇനി അഭിഷേകത്തിൻ്റെ മേലങ്കികൾ, അന്ത്യകാല അഭിഷേകത്തിൻ്റെ മേലങ്കികൾ എന്തൊക്കെയാണ്? അതൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ വേഗം തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2024 സെപ്റ്റംബർ മാസത്തിൽ ദുബായിലായിരുന്ന സമയത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച പല വിഷയങ്ങൾക്കകത്ത് ഒരു വിഷയമാണ് ശരിക്കും ഈ അന്ത്യകാല അഭിഷേകത്തിൻ്റെ മാൻഡിലുകൾ ദൈവസഭയിലേക്ക്, യുദ്ധം ചെയ്യുന്ന മണവാട്ടിയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു വിഷയമാണ് പ്രൊഫറ്റ് ഈനോക്കിൻ്റെ മാൻഡിൽ അല്ലെങ്കിൽ
മേലങ്കി, അഭിഷേകത്തിൻ്റെ മേലങ്കി ദൈവസഭയിലേക്ക് റിലീസ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നൊരു മെസ്സേജാണ് അന്ന് പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് സംസാരിച്ചത്. അപ്പോഴാണ് ശരിക്കും ഈ അന്ത്യകാല അഭിഷേകത്തിൻ്റെ മേലങ്കികൾ അല്ലെങ്കിൽ ഡിവൈൻ മാൻഡിലുകളെക്കുറിച്ച് അല്പം കൂടെ ആഴത്തിലുള്ള ഒരു ഇൻസൈറ്റ് പരിശുദ്ധാത്മാവ് നൽകിയത്. പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ് ശരിക്കും എൻ ടൈമിൽ നമ്മളെല്ലാവരും ബ്രൈഡാണ്, യേശുവിൻ്റെ മണവാട്ടിയാണ്, യുദ്ധം ചെയ്യുന്ന മണവാട്ടിയാണ്. ഞാനും യുദ്ധം ചെയ്യുന്ന മണവാട്ടിയാണ്, നിങ്ങളും യേശുവിൻ്റെ യുദ്ധം ചെയ്യുന്ന മണവാട്ടിയാണ്. നമ്മളെല്ലാം ഒരേ ക്ലാസ്സിലുള്ള മണവാട്ടികളാണ്. പക്ഷേ ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ അസൈൻമെൻറ്റുകൾക്ക് വേണ്ടി നമ്മളെ അന്ത്യകാലത്ത് യുദ്ധം ചെയ്യുന്ന മണവാട്ടിയെ ദൈവം പല കുടുംബങ്ങളായിട്ട് തിരിക്കാൻ പോവുകയാണ്. ഹി ഈസ് ഗോയിങ് ടു ഡിവൈഡ് അസ് ഇൻ ടു ഡിഫറെൻറ്റ് ഫാമിലീസ്. ഹല്ലേലൂയ. അപ്പോൾ അത് അസൈൻമെൻറ്റിൻ്റെ പർപ്പസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ഓരോ ഫാമിലികളെയും ഹെഡ് ചെയ്യുന്നത്, അതിൻ്റെ ഹെഡ് തലവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തലവൻ അല്ലെങ്കിൽ ഹെഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലെയോ വിശുദ്ധന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഈ ഫാമിലികളെ ഹെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഫാമിലി എന്നോ അല്ലെങ്കിൽ ഒരു ട്രൈബെന്നോ അങ്ങനെയൊക്കെ നമുക്ക് പല ഭാഷകളിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ത്യകാലത്ത് യുദ്ധം ചെയ്യുന്ന മണവാട്ടിയെ വ്യത്യസ്ത കുടുംബങ്ങളായി, ഫാമിലികളായി കർത്താവ് തിരിക്കാൻ പോവാണ്. ഓരോ ഫാമിലിക്കും ഒരു തലവനുണ്ട്. ഹല്ലേലൂയ. ആ തലവൻ എന്ന് പറയുന്നത് പഴയ നിയമ കാലങ്ങളിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ പുതിയ നിയമ ന്യൂ ടെസ്റ്റ്മെൻറ്റ് സഭയ്ക്കകത്ത് കർത്താവ് നിശ്ചയിച്ച പദവിയിലുള്ള ചില വ്യക്തികൾ ആ കുടുംബങ്ങളുടെ ഹെഡായിരിക്കും. അപ്പോൾ ആ ഏത് ഫാമിലിയിലാണോ നിങ്ങളായിരിക്കുന്നത് ആ ഫാമിലിയുടെ തലവൻ, അതിൻ്റെ ഹെഡ് ആരാണോ ആ വ്യക്തിയുടെ അഭിഷേകമായിരിക്കും ആ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പ്രൈമറി മാൻഡിൽ. അവർക്ക് ലഭിക്കുന്ന പ്രൈമറി ആയിട്ടുള്ള മേജറായിട്ടുള്ള മാൻഡിൽ അതായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങളെ പ്രൊഫറ്റ് ഈനോക്കിൻ്റെ കുടുംബത്തിലാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളെ വെക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മേൽ പ്രൊഫറ്റ് ഈനോക്കിൻ്റെ മാൻഡിലായിരിക്കും വരുന്നത്. ഇനി നിങ്ങളെ പ്രൊഫറ്റ് മോസസിൻ്റെ കുടുംബത്തിലേക്കാണ് ദൈവം പരിശുദ്ധാത്മാവ് നിയോഗിച്ച് ആക്കി വെക്കുന്നതെങ്കിൽ പ്രൊഫറ്റ് മോസസിൻ്റെ മാൻഡിലായിരിക്കും നിങ്ങളുടെ മേൽ വരുന്നത്. ഇനി അപ്പസ്തോലനായ പൗലോസിൻ്റെ കുടുംബത്തിലേക്കാണ് നിങ്ങളെ ആക്കി വെക്കുന്നതെങ്കിൽ അപ്പസ്തോലികമായ പൗലോസിൻ്റെ മാൻഡിലായിരിക്കും നിങ്ങളുടെ മേൽ വരുന്നത്. ഇനി ക്വീൻ എസ്തറിൻ്റെ കുടുംബത്തിലേക്കാണ് ചില സഹോദരിമാരെയൊക്കെ കർത്താവ് ആക്കി വെക്കുന്നതെങ്കിൽ ക്വീൻ എസ്തറിൻ്റെ മാൻഡിലായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ വെനസ്ഡേയിലും സൺഡേയിലും ഞാൻ പറഞ്ഞ ആ ആശയം. അതായത് ഇതുപോലെ തന്നെ ദെയർ ഈസ് എ മാൻഡിൽ ഓഫ് സെയിൻറ്റ് മേരി. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഒരു ഫാമിലി ഉണ്ടാവും. ആ ഫാമിലിയിലേക്ക് ചില സഹോദരിമാരെ പരിശുദ്ധാത്മാവ് നിശ്ചയിച്ച് വെക്കും. അവരുടെ മേൽ സെയിൻറ്റ് മേരിയുടെ മാൻഡിലായിരിക്കും പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എസ്തറിൻ്റെ മാൻഡിലുണ്ടെങ്കിൽ സെയിൻറ്റ് മേരിക്കും മാൻഡിലുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ മോശയുടെ മാൻഡിലുണ്ട്, ഈനോക്കിൻ്റെ മാൻഡിലുണ്ട്, എസ്തറിൻ്റെ മാൻഡിലുണ്ടെങ്കിൽ സെയിൻറ്റ് മേരിയുടെ മാൻഡിലുമുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഫാമിലികളിൽ വ്യത്യസ്ത കുടുംബങ്ങളായിട്ട് ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് വേർതിരിച്ചിട്ട് ആ കുടുംബങ്ങളുടെ തലവൻ അല്ലെങ്കിൽ ഹെഡ് ആരാണോ ആ വ്യക്തിയുടെ മാൻഡിലായിരിക്കും ആ ഫാമിലിയിലുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഒരു പ്രൈമറി മാൻഡിൽ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് സബ് മാൻഡിൽസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം പ്രൊഫറ്റ് ഈനോക്കിൻ്റെ ഫാമിലിയിലാണെങ്കിൽ ഈനോക്കിൻ്റെ മാൻഡിലായിരിക്കും നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ മേൽ മോസസിൻ്റെ ഒരു സബ് മാൻഡിലുണ്ടാകും, നിങ്ങൾക്ക് കിങ് ഡേവിഡിൻ്റെ ഒരു സബ് മാൻഡിലുണ്ടാകാം, നിങ്ങൾക്കൊരു പ്രൊഫറ്റ് ഡാനിയലിൻ്റെ ഒരു സബ് മാൻഡിലുണ്ടാകാം, പ്രൊഫറ്റ് ജെറമിയായുടെ ഒരു സബ് മാൻഡിലുണ്ടാകാം. അപ്പം ഒരു പ്രൈമറി മാൻഡിലുണ്ടാകും, അതിന് താഴെ അനേകം സബ് മാൻഡിലുകൾ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ, ഈ പ്രൈമറി മാൻഡിലിൻ്റെയും സബ് മാൻഡിലുകളുടെയും കോമ്പിനേഷനിലൂടെയാണ് പല റലത്തെയും എൻ്റെയും അസൈൻമെൻറ്റുകളും കർത്താവ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മാൻഡിൽസും സെയിം അല്ല. ഉദാഹരണം പറഞ്ഞാൽ പ്രൊഫറ്റ് ഈനോക്കിൻ്റെ മാൻഡിൽ പോലെയല്ല പ്രൊഫറ്റ് മോസസിൻ്റെ മാൻഡിൽ. പ്രൊഫറ്റ് മോസസിൻ്റെ മാൻഡിൽ പോലെയല്ല അപ്പസ്തലനായ പൗലോസിൻ്റെ മാൻഡിൽ ഇരിക്കുന്നത്. എസ്തറിൻ്റെ മാൻഡിൽ പോലെയല്ല സെയിൻറ്റ് മേരിയുടെ മാൻഡിൽ. എല്ലാ മാൻഡിലുകൾക്കും ചില ഡിവൈൻ കപ്പാസിറ്റി ഉണ്ട്, ചില പ്രത്യേക കൃപകളുണ്ട്, ചില പ്രത്യേക വർക്കിംഗ് മെക്കാനിസംസ് ഉണ്ട്, ചില പ്രത്യേക അസൈൻമെൻറ്റുകളുണ്ട്. അപ്പം ആ അസൈൻമെൻറ്റുകൾക്കനുസരിച്ചാണ് ശരിക്കും ഈ മാൻഡിലുകളെ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും മാൻഡിലുകൾ നിങ്ങളിലേക്ക് വരുന്നതും എന്നിലേക്ക് വരുന്നതും. ഹല്ലേലൂയ. അപ്പം പ്രൈമറി മാൻഡിലുണ്ട്, അതിന് താഴെ സബ് മാൻഡിൽസ് ഉണ്ട്. ആ സബ് മാൻഡിലുകളും പ്രൈമറി മാൻഡിലുകളും ചേർന്നാണ് ശരിക്കും നമ്മളിലൂടെ ഈ അന്ത്യകാലത്ത് ദൈവിക അസൈൻമെൻറ്റുകൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഇനിയും ഹൗ ഡു യു റിസീവ് ആൻ എൻഡ് ടൈം മാൻഡിൽ? എങ്ങനെയാണ് ഒരു അന്ത്യകാല അഭിഷേകത്തിൻ്റെ മാൻഡിലുകൾ, പുതപ്പുകൾ അല്ലെങ്കിൽ മേലങ്കികൾ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ടാകണം. അതായത് നമ്മൾ പ്രാർത്ഥിച്ചല്ല നമുക്കൊരു മേലങ്കി ലഭിക്കുന്നത്, മറിച്ച് പ്രാർത്ഥന നമ്മളെ ആത്മീയ മേലങ്കികൾ ലഭിക്കുവാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഫാസ്റ്റ് ചെയ്തല്ല നമുക്ക് എന്തെങ്കിലും മാൻഡിലുകൾ ലഭിക്കുന്നത്. കാരണം ഫാസ്റ്റിങ്ങിലൂടെയല്ല മാൻഡിലുകൾ റിലീസ് ചെയ്യപ്പെടുന്നത്, മറിച്ച് ഉപവസിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ആ അന്ത്യകാല മാൻഡിലിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഒരുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയും ഞാൻ പറഞ്ഞു, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻസും ന്യൂ ടെസ്റ്റ്മെൻറ്റ് സെയിൻസ് ആണ് ആ പ്രൈമറി മാൻഡിലുകളുടെ ഹെഡ് അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ഹെഡ് എന്ന് പറയുമ്പോൾ ആ ഹെഡുകളോട് പോയി പ്രാർത്ഥിക്കാൻ നിന്നേക്കല്ലേ. കാരണം അവരല്ല ഏത് മാൻഡിൽ ആർക്ക് കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സെയിൻറ്റ് മേരിയുടെ മാൻഡിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനിയും സെയിൻറ്റ് മേരിയോട് പ്രാർത്ഥിച്ചല്ല ശരിക്കും സെയിൻറ്റ് മേരിയുടെ മാൻഡിൽ കിട്ടുന്നത്. അല്ലെങ്കിൽ പ്രൊഫറ്റ് ഈനോക്കിൻ്റെ മാൻഡിലുണ്ടെന്ന് പറഞ്ഞു, ഇനി പ്രൊഫറ്റ് ഈനോക്ക് എനിക്ക് അങ്ങയുടെ മാൻഡിൽ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചല്ല ഈ മാൻഡിലുകൾ ലഭിക്കുന്നത്. ഹല്ലേലൂയ. സെയിൻറ്റ് മേരിക്കോ പ്രൊഫറ്റ് ഈനോക്കിനോ പ്രൊഫറ്റ് മോസസിനോ ആർക്കും ഈ മാൻഡിലുകൾ നിങ്ങളുടെ മേൽ തരുവാനോ നിങ്ങളുടെ മാൻഡിൽ ഏതാണെന്ന് പറയുവാനോ സാധിക്കില്ല. അപ്പോൾ ഈ മാൻഡിലുകൾ എന്താണ്? യേശു കർത്താവാണ് ഡിസൈഡ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് ആ വ്യക്തികളിലേക്ക് ആ മാൻഡിലുകളെ റിലീസ് ചെയ്യുന്നത്. സോ നമ്മൾ ഏതെങ്കിലും സെയിൻറ്റുകളോട് പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഉപവസിച്ചോ അല്ല ശരിക്കും ഈ മാൻഡിലുകൾ, അന്ത്യകാല മാൻഡിലുകൾ റിലീസ് ചെയ്യപ്പെടുന്നത്. അത് ശ്രദ്ധിക്കണം നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും അന്ത്യകാലത്തുള്ള ഈ മാൻഡിലുകൾ എന്നിലേക്കും നിങ്ങളിലേക്കും വരുന്നത്? ഏത് മാൻഡിലാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന് തുടങ്ങിയ ആശയങ്ങളൊന്ന് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എൻ്റെയും മാൻഡിൽസ് ആർ റിലീസ് ടു യു ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ സ്പിരിച്വൽ മേക്കിംഗ് ആൻഡ് കോളിംഗ്, ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ ദ ഹോളി സ്പിരിറ്റ് അക്കോർഡിംഗ് ടു ദ ഹെവൻലി ഓർഡർ ഓർ ഡിക്രീസ് അബൌട്ട് എ പേഴ്സൺ. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാം ദൈവം ചെയ്യുന്നത് പർപ്പസ് ബേസ്ഡ് ആണ്, അസൈൻമെൻറ്റ് ബേസ്ഡ് ആണ്. ഇപ്പോൾ കൃപാവരങ്ങളുടെ ജ്വലനം സംഭവിക്കണമെങ്കിലും അഭിഷേകത്തിൻ്റെ മാൻഡിലുകൾ ലഭിക്കണമെങ്കിലും അപ്പസ്തോലിക ഓഫീസുകളോ എല്ലാം അസൈൻമെൻറ്റ് ബേസ്ഡ് ആണ് ശരിക്കും. അപ്പം മാൻഡിലുകൾ നമ്മിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അസൈൻമെൻറ്റ് ബേസ്ഡ് ആണ്. ഇനിയും ഏത് മാൻഡിലാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ മേക്കിംഗ് പോലാണ്. നമുക്കറിയാം, സങ്കീർത്തനം 139 ഇപ്രകാരം പറയുന്നു, ഭൂമിയുടെ അധോഭാഗ്യങ്ങളിൽ വെച്ച് നമ്മുടെ അകത്ത മനുഷ്യനെ ദൈവം പ്രിപ്പയർ ചെയ്തു, ക്രിയേറ്റ് ചെയ്തല്ലേ. അപ്പം നമ്മുടെ ആത്മാവിനെ ദൈവം സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ ചില ബിബ്ലിക്കൽ സെയിൻസുമായിട്ടുള്ള ഒരു ഡിവൈൻ കണക്ഷൻ ദൈവം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു മർമ്മത്തിലാത്തുള്ള ഒരു മിസ്റ്ററിയാണിത്. അതായത് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പേ നിങ്ങൾ ഭൂമിയിലേക്ക് ദൈവം നിങ്ങളുടെ ആത്മാവിനെ ഒരു ശരീരത്തിൽ പൊതിഞ്ഞ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ ബിബ്ലിക്കൽ സെയിൻസുമായിട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് സെയിൻസുമായിട്ടുള്ള ഒരു ലിങ്ക് ദൈവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ വന്ന വർഷം, നിങ്ങൾ ജീവിക്കുന്ന ദിനങ്ങൾ, നിങ്ങൾ എത്ര സെക്കൻഡ് വരെ ജീവിക്കുക എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും നിങ്ങളെ സംബന്ധിക്കുന്നതൊന്നും ദൈവത്തിന് പുതിയ കാര്യമല്ല. ദൈവം പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. എല്ലാം ആദത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പേ ദ ഹ്യൂമൻ ഹിസ്റ്ററി വാസ് പ്രീ ഡെസ്റ്റിൻഡ്. അതാണ് അപ്പസ്തോലനായ പൗലോസ് റോമാലേഖനത്തിലെ എഫെസ്യൻ ലേഖനങ്ങളിലൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം. അതായത് അവസാനത്തെ ആദ്യമേ അറിയാവുന്ന ദൈവം, മുന്നറിവുള്ള ദൈവം, ദൈവത്തിൻ്റെ സ്പിരിച്വൽ കപ്പാസിറ്റി ഈസ് ടു ഹ്യൂജ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു കോയിൻ മേളിലോട്ടിട്ട് താഴോട്ട് നമ്മൾ ഈ സമയത്ത് ചെയ്യുമ്പോൾ ആ കോയിൻ ഹെഡാണോ ടെയിലാണോ എന്ന് ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ കണ്ട ദൈവം, ഹി സോ ഇറ്റ്. അതാണ് സങ്കീർത്തനം 139 പറയുന്നത്, നമ്മുടെ ഫിസിക്കൽ സബ്സ്റ്റൻസിന് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവയവങ്ങൾ എങ്ങനെ ഇരിക്കും, നമ്മളെങ്ങനെ ഇരിക്കും, നമ്മുടെ ഷേപ്പ്, ഇതെല്ലാം ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ട ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിലെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ അവസാനം എഴുതിയിരിക്കുന്നു. സോ ആ നിങ്ങളെ ആത്മാവിനെ സൃഷ്ടിച്ച സമയത്ത്, നിങ്ങളുടെ ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പേ ഈ ബിബ്ലിക്കൽ സെയിൻസുമായിട്ടുള്ള എല്ലാ കണക്ഷൻസും ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ ഇതിൻ്റെ ആക്ടിവേഷൻ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എർത്തിലി ലൈഫിൽ നിങ്ങൾ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ 2 കലണ്ടറുകളുണ്ട്. ഒരു സ്പിരിച്വൽ കലണ്ടറുണ്ട്, ഒരു എർത്തിലി കലണ്ടറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 2025 ഫെബ്രുവരി മാസത്തിലായിരിക്കുന്നു. അതെന്താണ്? എർത്തിലി കലണ്ടറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു സ്പിരിച്വൽ കലണ്ടറുണ്ട്. ഇതിൻ്റെ ടൈം ലൈനുകൾ ഭയങ്കര ഡിഫറൻ്റാണ്. ഇതുകൊണ്ടാണ് പ്രൊഫറ്റിക് തലത്തിൽ പല ആൾക്കാരും മിസ്റ്റേക്കുകൾ ചെയ്യുന്നതിൻ്റെ കാര്യം. ഈ ഇവൻറ്റുകളെ സംബന്ധിച്ച് എപ്പോഴും നമുക്കൊരു ധാരണയുണ്ടാവും, പക്ഷേ ടൈം ലൈനകത്ത് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യാനുള്ള ഭയങ്കര സാധ്യതകളുണ്ട്. നമുക്ക് ട്രെയിനിങ്ങിനകത്ത് അത് കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കാം. അല്ലല്ലേ? അപ്പോൾ ഒരു സ്പിരിച്വൽ കലണ്ടറുണ്ട്, ഒരു ഫിസിക്കൽ കലണ്ടറുണ്ട്. അപ്പോൾ ഈ സ്പിരിച്വൽ കലണ്ടർ അനുസരിച്ച് നിങ്ങളുടെ ലൈഫിനകത്ത്, നിങ്ങൾ എർത്തിലി ലെവലത്തിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിനകത്ത് സീസണുകളിൽ ചില ബിബ്ലിക്കൽ സെയിൻസുമായിട്ടുള്ള കണക്ഷനുകൾ തുറന്നു വരും.
ഇപ്പം നിങ്ങൾ യേശയ്യാ പ്രവചന ഗ്രന്ഥം വായിക്കുമ്പോൾ പെട്ടെന്ന് യേശയ്യാ എന്ന് പറയുന്ന പ്രവാചകൻ്റെ പുസ്തകം വായിക്കാനുള്ളൊരു ഭയങ്കര ഇൻസ്പിറേഷൻ, ക്രേവിങ്സ് വരികയാണ്. പക്ഷേ മറ്റൊരു ഗ്രന്ഥം വായിക്കുമ്പോൾ അത്ര ഒരു കാര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്താണ്? യേശയ്യാ എന്ന് പറയുന്ന പ്രവാചകൻ്റെ മേലുള്ള ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ തുറന്നു വരികയാണ്. നിങ്ങളുടെ കണക്ഷൻ അങ്ങനെയാണ് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലർക്ക് മോശയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, മോശയുടെ കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ അവർക്കറിയാം എന്തോ മോശയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ട്. അല്ലേ? ചിലർക്ക് അപ്പസ്തോലനായ പൗലോസിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അപ്പസ്തോലനായ പൗലോസിനുമായിട്ട് എന്തോ കണക്ഷൻ. എന്താണ് ശരിക്കും? ഇതെല്ലാം നിങ്ങളെ ജനിക്കുന്നതിന് മുമ്പ് ഇതിനെ ദൈവത്താൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ, ഈ ഭൗതിക ലോകത്തിൽ നിങ്ങൾ ആത്മീയമായിട്ട് മുമ്പേറുമ്പോൾ വ്യത്യസ്ത സീസണുകളിലെ കണക്ഷൻ അൺലോക്ക് ചെയ്ത് വരികയാണ്. ഈ അന്ത്യകാലത്ത് എന്താണ് അങ്ങനെയുള്ള മാൻഡിലുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഇനി ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇപ്പം ഞാൻ എൻ്റെ യേശു കർത്താവിലുള്ള യാത്ര തുടങ്ങിയിട്ട് 18 വർഷമായി. കഴിഞ്ഞ 18 വർഷങ്ങളിൽ പല ബിബ്ലിക്കൽ സെയിൻറ്റ്സ്, ഞാൻ പറഞ്ഞ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻറ്റുകളുമായിട്ടുള്ള പല പല ആത്മീയ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന മാൻഡിലുകൾ നിനക്കുണ്ട്. ഓക്കെ. പക്ഷേ ഈ 2025 ജനുവരി മാസത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, യു ഹാവ് എ കണക്ഷൻ വിത്ത് പ്രൊഫറ്റ് ഡാനിയൽ പ്രവാചകരുമായിട്ട് നിനക്ക് ആത്മാവിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ 17 വർഷങ്ങളിലും എനിക്ക് ഇങ്ങനൊരു കണക്ഷനുള്ള കാര്യം അറിയില്ല. 18ാമത്തെ വർഷത്തിൽ ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ 2025 ജനുവരി മാസത്തിൽ പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് പറയുവാണ്, പ്രൊഫറ്റ് ഡാനിയലുമായിട്ട് നിനക്കൊരു കണക്ഷനുണ്ട്. യു വിൽ റിസീവ് എ സബ് മാൻഡിൽ ഓഫ് പ്രൊഫറ്റ് ഡാനിയൽ പ്രവാചകൻ്റെ ഒരു സബ് മാൻഡിൽ നിനക്ക് ഈ അന്ത്യനാളുകളിൽ ലഭിക്കും. അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം എൻ എൻഡ് ടൈം സെർവൻ്റ് ഓഫ് ഗോഡ്, അന്ത്യകാലത്തെ സുവിശേഷകനാണ്. പ്രൊഫറ്റ് ഡാനിയലിൻ്റെ ശുശ്രൂഷ മുഴുവൻ അന്ത്യകാലത്തെ സംബന്ധിക്കുന്ന പല വെളിപ്പാടുകൾ നിറഞ്ഞ ശുശ്രൂഷയായിരുന്നു. അപ്പോൾ രണ്ടും തമ്മിലൊരു കണക്ഷൻ ആത്മീയ ലോകത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കത് വെളിപ്പെടുത്തുന്ന എപ്പോഴാണ്? ശരിക്കും 2025 ഈ വർഷം ജനുവരി മാസത്തിലാണ്. ഹല്ലേലൂയ. ഇപ്പം പല ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ഞാൻ ഡാനിയൽ പ്രവചന ഗ്രന്ഥം അധികം സൂക്ഷ്മമായിട്ടൊന്നും അത്ര ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. മറ്റു പല ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ഇനി എന്താണ്, ആ കണക്ഷൻ ഓപ്പൺ ചെയ്ത് വരികയാണ് ആത്മീയ തലത്തിൽ. ആ ഡിവൈൻ ലിങ്കിങ് ഓപ്പൺ ചെയ്ത് വരികയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഡാനിയൽ പ്രവചന ഗ്രന്ഥങ്ങളൊക്കെ കൂടുതൽ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഇൻസ്പിറേഷൻ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിലേക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ബിബ്ലിക്കൽ സെയിൻസ് ഉണ്ട്. ചിലർക്ക് മോശയോടാകാം കണക്ഷൻ, ചിലർക്ക് ദാവീദിനോടാകാം കണക്ഷൻ, ചിലർക്ക് ജെറമയ പ്രവാചകനോടാകാം കണക്ഷൻ, ചിലർക്ക് അപ്പസ്തോലനായ പൗലോസിനോടാകാം, ചിലർക്ക് സെൻറ്റ് പീറ്ററിനോടാകാം, ചിലർക്ക് സെൻറ്റ് മേരിയോടാകാം. സോ ദർ മസ്റ്റ് ബി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻ. അത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. കാരണം അവരുമായി കണക്ട് ചെയ്യുന്ന ആത്മീയ മേലങ്കികൾ, ആഭരണങ്ങൾ അല്ലെങ്കിൽ ഡിവൈൻ മാൻഡിലുകൾ നിങ്ങളുടെ മേൽ ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. സോ നിങ്ങൾ വിശുദ്ധ ബൈബിളെടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടാണോ കൂടുതലൊരു പരിശുദ്ധാത്മാവിനാലൊരു കണക്ഷൻ ലഭിക്കുന്നത്, പ്രോബബ്ലി ദാറ്റ് വിൽ ബി ദ മാൻഡിൽ ദാറ്റ് യു ആർ ഗോയിങ് ടു റിസീവ്. ഹല്ലേലൂയ. ഇനി കൺക്ലൂഷനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. ഇൻ കൺക്ലൂഷൻ, അഭിഷേകവും മാൻഡിലും ഒന്നല്ല. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം, ചില ആൾക്കാർ ചിന്തിക്കുന്നത് മാൻഡിൽ എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മ അഭിഷേകമാണ് എന്നാണ്. അങ്ങനെയല്ല. പരിശുദ്ധാത്മ അഭിഷേകവും അഭിഷേകത്തിൻ്റെ മേലങ്കിയും ഒന്നല്ല. ദേ ആർ ഡിഫറെൻ്റ് ആക്ച്വലി. അനോയിൻറ്റിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകുന്ന ശക്തീകരണമാണ്. അതായത് പരിശുദ്ധാത്മാവിലൂടെ ഒരു വ്യക്തിയുടെ ആത്മാവിൽ നിക്ഷേപിക്കപ്പെടുന്ന ഒരു ശക്തിയാണ് ശരിക്കും ഒരു അഭിഷേകം എന്ന് പറയുന്നത്. പക്ഷേ മാൻഡിൽ എന്ന് പറയുന്നത് ഒരു ആത്മീയ ആവരണമാണ്, ഒരു ആത്മീയ മേലങ്കിയാണ്, ഒരു ആത്മീയ പുതപ്പാണ് ശരിക്കും മാൻഡിൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം അത് ആത്മീയ മാൻഡിലുകൾ രണ്ട് രീതിയിലാണ്. അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കും. അതൊരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിനെ രൂപപ്പെടുത്തിയെടുക്കാനും സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പ്രൊഫറ്റ് ഈനോക്കിൻ്റെ മാൻഡിൽ നമ്മിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ മാൻഡിൽ നമ്മിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പൗലോസിൽ രൂപപ്പെടുത്തിയ ആ മാൻഡിൽ എന്താണ് നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പൗലോസിൽ ആ മാൻഡിൽ എന്താണ് പരിശുദ്ധാത്മാവ് സ്പിരിച്വൽ സീസൺസ് ഓഫ് ട്രെയിനിങ്ങിലൂടെ, പല സഹനങ്ങളിലൂടെയും പല ട്രെയിനിങ്ങുകളിലൂടെയും വ്യത്യസ്ത രീതിയിൽ രൂപപ്പെടുത്തിയെടുത്ത മാൻഡിലുകൾ ഇന്ന് ആത്മീയ തലങ്ങളിൽ അവൈലബിളാണ്. പ്രൊഫറ്റ് ഈനോക്കിൻ്റെ മാൻഡിൽ അവൈലബിളാണ്, മോസസിൻ്റെ മാൻഡിൽ അവൈലബിളാണ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് സെയിൻസുകളുടെ മാൻഡിലുകൾ അവൈലബിളാണ്. അതൊരു പുതപ്പ് പോലെ, അതൊരു കവറിങ് പോലെ, ഒരു മേലങ്കി പോലെ ഈ അന്ത്യകാലത്തിൽ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ അസൈൻമെൻറ്റുകൾ ചെയ്യാൻ വേണ്ടി എന്നിലേക്കും നിങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നു. കാരണം അങ്ങനെ മാത്രമേ എൻ ടൈമിൽ അസൈൻമെൻറ്റുകൾ ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ മാൻഡിലുകൾ പലപ്പോഴും നമുക്കൊരു ആത്മീയമായിട്ടുള്ളൊരു
മുന്നേറ്റത്തെ കൊണ്ടുവരും, ഒരു ആക്സിലറേഷനെ കൊണ്ടുവരും. ഇറ്റ് വിൽ ഗിവ് യു സം പവർ. നമുക്കറിയാം, നമ്മളൊക്കെ സ്വർഗീയ കലണ്ടർ പ്രകാരം ഒത്തിരി പുറകിലാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ വീണുകൊണ്ടേയിരിക്കുക, പലപ്പോഴും വീഴുന്നു എഴുന്നേൽക്കുന്നു, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, സ്റ്റാഗ്നൻ്റ് ആയിരിക്കുന്നു, ബ്ലോക്ക് ആയിരിക്കുന്നു. അത് കർത്താവിനെ അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവ് തൻ്റെ പർപ്പസിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് യേശു കർത്താവ് എന്താണ്, ഈ അവസാന നാളുകളിൽ തൻ്റെ വിശുദ്ധരുടെ മേലങ്കികൾ, പുതപ്പുകൾ, അത് ദൈവസഭയെ, യേശുവിൻ്റെ വാരിയർ ബ്രൈഡിനെ അണിയിച്ചുകൊണ്ട് അന്ത്യകാലത്തൊരു യുദ്ധം ചെയ്യാൻ പോകുന്നു. ആ മാൻഡിലുകൾ നിങ്ങൾക്ക് വരുന്നു, എനിക്കും വരുന്നു, നമുക്കെല്ലാവർക്കും അത് ലഭിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ദൈവമക്കൾ എന്താണ്, ആത്മീയമായി പ്രാർത്ഥിച്ച് റെഡിയാകണം, ഉപവസിച്ച് റെഡിയാകണം. നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചൊരു മാൻഡിൽ ലഭിക്കുകയല്ല, ഉപവസിച്ചൊരു മാൻഡിൽ ലഭിക്കുകയല്ല. പ്രാർത്ഥനയും ഉപവാസവും ജ്ഞാനവും അറിവും എല്ലാം ആ മാൻഡിലുകൾ നമ്മിലേക്ക് റിസീവ് ചെയ്യുവാൻ നമ്മളെ ഒരുക്കുകയും മാത്രമല്ല ആ മാൻഡിലുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുവാണ്. ഹല്ലേലൂയ. ഒരിക്കലും മറന്നു പോകല്ലേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജ്ഞാനമുള്ളവന് ദൈവം ജ്ഞാനവും അറിവുള്ളവന് ദൈവം അറിവും കൊടുക്കുന്നു. പോഷന്മാർക്കോ വിഡ്ഢികൾക്കോ അല്ല ദൈവം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ മാൻഡിലുകളെക്കുറിച്ചുള്ള അറിവുകൾ, അനേകം ആത്മീയ അറിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടാനുള്ള ഒരു ഫൗണ്ടേഷനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവീക അറിവുകൾ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഫൗണ്ടേഷനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്പിരിച്വൽ റാങ്കിങ് പോലുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ പലപ്പോഴും എന്താണ്, ആത്മീയ അറിവ് മുഖാന്തരം എന്താണ്, വി ആർ എലിവേറ്റഡ് വൺ ലെവൽ ടു അനദർ ലെവൽ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് ഈ മാക്സിമം അറിവുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് റിലീസ് ചെയ്യുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരം ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പം മെൻറ്ററിങ് ക്ലാസ്സിനകത്താണെങ്കിലും ഒക്കെ അറിവുകൾ എത്രമാത്രം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഫൗണ്ടേഷൻ ഉണ്ടോ അത്ര കണ്ട് പുതിയ റെവലേഷൻസും പുതിയ ജ്ഞാനവും അറിവും ഒക്കെ നമ്മുടെ മേൽ വരുവാൻ അതിടയാകും. ആ ഫൗണ്ടേഷനുകളെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു മിനിറ്റ് നേരം പ്രാർത്ഥിക്കാം. ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന മെസ്സേജാണ്. തൻ്റെ സഭയ്ക്ക്, തൻ്റെ യുദ്ധം ചെയ്യുന്ന മണവാട്ടിക്ക് ഈ മേലങ്കികളെക്കുറിച്ചൊരു അറിവുണ്ടാകണം എന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആത്മീയ മേലങ്കികളെക്കുറിച്ച്, എൻ്റെയും ഡിവൈൻ ഗാർമെൻറ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഡിവൈൻ മാൻഡിലുകളെക്കുറിച്ച് ഓരോ മക്കളും അറിയണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളെ അന്ത്യകാലത്തിൽ എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ വ്യത്യസ്ത കുടുംബങ്ങളിലേക്ക് കർത്താവ് വേർതിരിക്കുമ്പോൾ ആ കുടുംബങ്ങൾക്കൊരു ഹെഡ് ഉണ്ടാകും. ആ ഹെഡ് എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് സെയിൻറ്റുകളായിരിക്കും. അവരുടെ മേൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരിൽ രൂപപ്പെട്ട മാൻഡിലുകൾ എൻ്റെ മേലും നിങ്ങളുടെ മേലും കർത്താവ് കൈമാറ്റം ചെയ്യപ്പെടും. മാത്രമല്ല സബ് മാൻഡിലുകൾ ഉണ്ടാകും. ആ സബ് മാൻഡിലുകളും പ്രൈമറി മാൻഡിലുകളും ഒന്നിച്ചു ചേരുമ്പോൾ അന്ത്യകാലത്ത് പല ആത്മീയ തലങ്ങളെയും പല പൈശാചിക തലങ്ങളെയും ഡിഫീറ്റ് ചെയ്യുവാൻ കഴിഞ്ഞ നാളുകളിൽ പലർക്കും ചെയ്യാൻ സാധിക്കാത്തത് കർത്താവ് നമ്മിലൂടെ ചെയ്തെടുക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒന്ന് താഴ്ത്തിക്കൊടുത്ത ഈ സമയത്ത് ഹല്ലേലൂയ. നിങ്ങൾ കേട്ടു, പ്രൊഫറ്റ് ഈനോക്കിൻ്റെ മാൻഡിലുണ്ട്, പ്രൊഫറ്റ് മോസസിൻ്റെ മാൻഡിലുണ്ട്, പ്രൊഫറ്റ് ജെറമിയയുടെ മാൻഡിലുണ്ട്, അപ്പസ്തോലൻ പൗലോസിൻ്റെ മാൻഡിലുണ്ട്, സെയിൻറ്റ് മേരിയുടെ മാൻഡിലുണ്ട്, ക്വീൻ എസ്തറിൻ്റെ മാൻഡിലുണ്ട്. ആ മാൻഡിലുകൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളൊന്ന് സബ്മിറ്റ് ചെയ്യണം, നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യണം, ഒന്ന് പറയണം, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ അപ്പ. ഹല്ലേലൂയ. എൻ്റെ മേലെ ആത്മീയ കവറിങ്ങിനെ അങ്ങ് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് മുഖാന്തരം ലഭിക്കുന്ന ദൈവശക്തിയാൽ യേശു കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് വേണ്ടി മുൻ നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതികൾ ചെയ്യുവാൻ എന്നെ ഒരുക്കണം, എന്നെ പ്രിപ്പയർ ചെയ്യണമേ. അതെൻ്റെ മേലൊരു കവറിങ് പോലെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിലൂടെ പ്രൊഫറ്റിക് ഇൻസൈറ്റുകൾ എനിക്ക് ലഭിക്കണം. അതിലൂടെ എനിക്ക് പുതിയ ഒരു ദൈവ ചൈതന്യം എന്നിലേക്ക് വരണം. ദൈവത്തിൻ്റെ ശക്തിയും ബലവും എന്നിൽ വർദ്ധിച്ചു വരണം. എന്നെ സമീപിക്കുന്നവർ, ഞാൻ സമീപിക്കുന്നവർ, അവരൊക്കെ ദൈവ സാന്നിധ്യം എന്നിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവർത്തികളിലൂടെ അറിയണം. ക്രിസ്തുവിനെ അറിയണം. യേശു ആരാം തിരിച്ചറിയണം. ഹല്ലേലൂയ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. യേശുവിനെ മറയ്ക്കുന്നതൊന്നും എനിക്ക് വേണ്ട. യേശുവിനെ വെളിപ്പെടുത്തുന്നത് മാത്രം. യേശു എന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതെല്ലാം ഹല്ലേലൂയ അത് ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അതിനെ മറച്ചു കളയുന്നതെല്ലാം പൈശാചികമാണ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കണം, എന്നെ ഒരുക്കണം. ആത്മീയ കവറിങ് എൻ്റെ മേലെ അയക്കണം, എന്നെ പൊതിഞ്ഞുപയോഗിക്കണം. എൻ്റെ കരങ്ങളും കാലുകളും ഒക്കെ ശക്തിപ്പെടുത്തണം. എൻ്റെ കുടുംബത്തെ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലൊക്കെ യേശു കർത്താവിൻ്റെ ആ കാൽവരി കുരിശിൻ്റെ ഹല്ലേലൂയ ശക്തിയും ബലവും ഹല്ലേലൂയ. ഓരോ തുള്ളി രക്തവും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാണ്. ഓരോ തുള്ളി രക്തവും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന രക്തമാണ്. ആ പിതാവിൻ്റെ സന്നിധിയിൽ ഏക മധ്യസ്ഥനായി എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാടുണ്ട്, ഒരു രക്ഷകനുണ്ട്. അത് യേശു കർത്താവാണ്. ഹല്ലേലൂയ.
ഹാലലുയ്യ ഹാലലുയ്യ. കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് താഴ്ത്തി കൊടുക്കാം. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയ നമ്മുടെ മടി, നമ്മുടെ ലേസിനെസ്, ഹാലലുയ്യ, നമുക്കില്ലാത്ത ഓർഗനൈസിങ് കേപ്പബിലിറ്റികൾ, ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥകളെല്ലാം യേശുവിന് മുമ്പിലേക്ക് കൊടുക്കാം. കർത്താവെ, ഇന്ന് ഈ സമയത്ത് തിരുസന്നിധിയിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ ലൈഫിനകത്തൊരു ഓർഡർ ഉണ്ടാകണം. ലോകത്തിൻ്റെതെല്ലാം ത്യജിക്കുവാൻ എന്നെ പഠിപ്പിക്കണം. ഹാലലുയ്യ. പൂർണ്ണമായിട്ടൊരു സാക്രിഫിഷ്യൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ ശക്തിപ്പെടുത്തണം. ഒരു സമർപ്പണം എന്നിലേക്ക് കടന്നു വരണം. പരീക്ഷകളെ ജയിക്കുന്ന ഒരു ശക്തി എനിക്ക് വേണം. പരിശോധനകളിൽ ജയിക്കാൻ കർത്താവിനെ സഹായിക്കണം. എല്ലാവരും ഈ സമയത്ത് ഹാലലുയ്യ ജീവിതത്തെ മുഴുവനായിട്ടും കർത്താവിനെ കൊടുക്കാം. ഈ ദിവസങ്ങളിൽ ഈ സ്വപ്നങ്ങളിലൂടെയോ ദർശനങ്ങളിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ അഭിഷിക്തരിലൂടെയോ നിങ്ങൾ ഏത് കുടുംബത്തിലാണ് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുവാൻ ഇടയാകട്ടെ. നിങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ ഹാലലുയ്യ വിശുദ്ധ ലിഖിതങ്ങൾ എഴുതിയ പല ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻറ്റുകൾ, പുതിയ നമ്മുടെ സഭയുടെ വിശുദ്ധ, അവരോട് നിങ്ങൾക്കൊരു ഡിവൈൻ കണക്ഷൻ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കട്ടെ. ഹാലലുയ്യ. കർത്താവെ, ദൈവികമല്ലാത്തതെല്ലാം മാറിപ്പോകട്ടെ. അശുദ്ധിയും മ്ലേച്ഛത തിന്മകളെല്ലാം വിട്ടുപോകട്ടെ. ഹാലലുയ്യ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യേശുവിൻ്റെ അസൈൻമെൻറ്റുകളെല്ലാം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു മിനിറ്റ് നേരം നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാം. ഹാലലുയ്യ. കർത്താവ് നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ രോഗികളായിരിക്കുന്നവരൊക്കെ ഒന്ന് ഈ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റെഡിയായിക്കേ. പരിശുദ്ധാത്മാവെ, ഈ സമയത്ത് രോഗികളായിരിക്കുന്ന ഓരോ മക്കളെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ലൈഫിനകത്തെല്ലാം കർത്താവിൻ്റെ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കട്ടെ. ഞങ്ങൾ എഴുതിയിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്തും യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കണം. ഈ സമയത്ത് വിടുതലുകൾ സംഭവിക്കണം. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തണം എല്ലാവരെയും. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ഒന്ന് പ്രാർത്ഥിച്ചു ഈ സമയത്ത്. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. യേശുവേ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഓ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. യേശുവേ, ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. യേശുവിനെ ആരാധിച്ചു. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. പരിശുദ്ധാത്മാവെന്നെ ഇപ്പോൾ ഒരു ദർശനം കാണിക്കുന്ന ഈ സമയത്ത് യേശു കർത്താവ് ഇങ്ങനെ ഒരു ബോർഡിൽ ഇങ്ങനൊരു പടം വരയ്ക്കുന്നത് പോലെ കാണിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, കർത്താവ് ഇതെന്താണ് യേശു കർത്താവ് ഈ വരയ്ക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പല വ്യക്തികളുടെയും ജീവിതം വികൃതമാക്കപ്പെട്ടു പോയി, വിരൂപമാക്കപ്പെട്ടു പോയി. പല രീതിയിലുള്ള പ്രതിസന്ധികൾ പലരെയും തളർത്തിക്കളഞ്ഞു. യേശു കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതങ്ങളെ ഞാൻ പുതിയതാക്കി വരയ്ക്കുവാൻ പോവാന്ന് പറയുന്നു. പല വ്യക്തികളെയും കർത്താവിനെ കാണിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങൾ, 20 വർഷങ്ങൾ, 30 വർഷങ്ങൾ ജീവിതം വികൃതമാക്കപ്പെട്ടു പോയി. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, ചില കൊടുങ്കാറ്റുകളുടെ നടുവിലൊക്കെ വികൃതമാക്കപ്പെട്ടു പോയ ചില വ്യക്തികൾ. പക്ഷെ ഇത് നിങ്ങളുടെ സീസണാണ്. ഈ സമയം യേശു നിങ്ങളുടെ ജീവിതങ്ങളെ പുതിയതായിട്ട് വരയ്ക്കുവാൻ പോവുക. പുതിയ തുടക്കങ്ങൾ യേശു നൽകാൻ പോവുക. പുതിയൊരു യാത്ര യേശു നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുവാൻ പോവുകയാണ്. യേശു വരയ്ക്കുകയാണ്, പറയുക,
എൻ്റെ മകളുടെ ജീവിതത്തെ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പോവുക, ഇങ്ങനെ അതിനെ ഞാൻ മാറ്റി എഴുതാൻ പോവുക. ഓ യേശുവേ, ഹല്ലേലൂയ. ഒന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക ഈ സമയത്ത്. യേശു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധാലുവായ മറ്റൊരു രാജാവില്ല, മറ്റൊരു ദൈവമില്ല. ഹീസ് എ ഗ്രേറ്റ് ഗോഡ്, ഹീസ് എ ബ്യൂട്ടിഫുൾ ഗോഡ്. ഒരുമിച്ച് ആരാധിച്ച ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ വെച്ച ഈ സമയത്ത് യേശുവേ അപ്പ, ഓരോ ജീവിതങ്ങളെയും അങ്ങ് മാറ്റി എഴുതണം. ഈ സമയത്ത് തകർന്നു പോയ ജീവിതങ്ങളുണ്ട്, വികൃതമാക്കപ്പെട്ട പല മുഖങ്ങളുണ്ട്, അപമാനിക്കപ്പെട്ടവരുണ്ട്, പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്, തകർക്കപ്പെട്ടവരുണ്ട്. ഓ യേശുവേ, ഈ സമയത്ത് അതെല്ലാം അങ്ങയുടെ രക്തം കൊണ്ട് മായ്ച്ചു കളഞ്ഞ് അവരുടെ ജീവിതങ്ങളെ അങ്ങ് പുതിയതായിട്ട് വരയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു ഈ സമയത്ത്. ജീസസ്, വി താങ്ക് യു. ഹല്ലേലൂയ. ഉള്ളവരുണ്ട് യേശുവേ, ഈ സമയത്ത് അവരുടെ ശരീരങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഈ സമയത്ത് അവരുടെ കാലുകൾ ബലം പ്രാപിക്കട്ടെ, അവരുടെ അവയവങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഈ സമയത്ത് യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒരുമിച്ച് ഈ സമയത്ത് ആരാധിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ആത്മീയ തലങ്ങൾക്കകത്ത് ചില പ്രവർത്തികൾ യേശു ചെയ്യുന്ന ഈ സമയത്ത് സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഒന്ന് പറഞ്ഞ് യേശുവിനോട് പറഞ്ഞേ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ ഉന്നതനേ, ആരാധ്യനേ ഉന്നതനേ. കർത്താവിനെ കാണിക്കുന്നു, റിവാർഡുകൾ നൽകുന്ന ഈ സമയത്ത് ചിലരുടെ വിശ്വാസത്തിൻ്റെ മേഖലയ്ക്കകത്ത് ഉറച്ചു നിന്ന വ്യക്തികൾക്ക് കർത്താവ് ഈ സമയത്ത് റിവാർഡുകൾ റിലീസ് ചെയ്യുന്നു. അനേകം റിവാർഡുകൾ നിങ്ങളിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഈ സമയത്ത്. തകർച്ചയുടെ നടുവിലും പീഡനത്തിൻ്റെ സമയത്തും വിശ്വാസം ഉപേക്ഷിച്ചു പോകാൻ പോലും സാധ്യതയുള്ള സമയത്തും ഇല്ല, യേശു എൻ്റെ രക്ഷകൻ, ഈ യേശു എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ വ്യക്തികൾക്ക് റിവാർഡുകൾ യേശു റിലീസ് ചെയ്യുന്നു. ചില പീഡകളുടെ നടുവിലും നിങ്ങൾ സൈലൻ്റായിട്ട് നിൽക്കുന്നതിൽ യേശു കർത്താവ് നിങ്ങൾക്ക് റിവാർഡുകൾ നൽകുന്നു. ചില പ്രതികൂലങ്ങളുടെ നടുവിലും യേശുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് യേശു കർത്താവ് റിവാർഡുകൾ നൽകുന്നു. ഈ സമയത്ത് റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ആ യേശുവിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ റിവാർഡുകളെയും സ്വീകരിക്കുക. ഓ ജീസസ്, ഐ താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരിയെ യേശു കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ചില രോഗവിഷയങ്ങൾക്കകത്ത് നിങ്ങളുടെ കുടുംബം മുഴുവൻ ഭാരപ്പെടുന്നു എന്ന് കർത്താവ് പറയുന്നു. ഒരു മകൾ ഈ സമയത്ത് ഈ ശുശ്രൂഷയ്ക്കകത്ത് തന്നെ വാച്ച് ചെയ്യുന്നു. നിങ്ങളുടെ കുഞ്ഞിന് ഒരു രോഗവിഷയമുണ്ട്. ആ രോഗവിഷയം പ്രകാരം നിങ്ങളുടെ കുടുംബം മുഴുവൻ വളരെ കഷ്ടപ്പെടുന്നു. ഈ സമയത്ത് യേശു കർത്താവിൻ്റെ ശക്തി ആ കുഞ്ഞിലേക്ക് വരുന്നു. ആ കുഞ്ഞിൻ്റെ രോഗവിഷയത്തിനകത്ത് ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സംഭവിക്കുന്ന സൗഖ്യം ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് അയക്കുന്നു. Receive the healing in Jesus' name. Receive the mighty healing in Jesus' mighty name. Receive it, receive it, receive it. ഒരു ബ്രദറിനെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഷൂട്ടഡ് അപ്പ്, അതായത് പ്രഷർ നിങ്ങൾക്ക് കണ്ടമാനമായിട്ട് കൂടിയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ശാരീരിക വിഷയം അനുഭവിക്കുന്ന ഒരു സഹോദരനെ യേശു കർത്താവ് ഈ സമയത്ത് സ്പർശിക്കുന്നു. യു ഹാവ് എ പ്രഷർ വേരിയേഷൻ പ്രോബ്ലം, ഹൈ പ്രഷർ, കണ്ടമാനമായിട്ട് പ്രഷർ കൂടി നിങ്ങൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു സഹോദരനെ ഈ സമയത്ത് യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. Receive your healing in Jesus' name. Receive your healing in Jesus' mighty name. Oh Holy Ghost, we thank you. യേശുവിനോട് ഇപ്പോൾ ഒരു വാക്ക് പറയുന്നു, തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് ഒരു വാക്ക് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നു, തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നു. കോൺഫ്ലിക്റ്റുകൾ ഈ സമയത്ത് സോൾവ് ആകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തർക്ക വിഷയമായി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ പരിഹാരങ്ങൾ വരുന്നു. അല്ലെങ്കിൽ ബിസിനസ്സിനകത്തുള്ള തർക്കങ്ങളാകാം, ജോലിക്കകത്തുള്ള ചില തർക്കങ്ങളാകാം, അതിർത്തി തർക്കങ്ങളാകാം, നെയ്ബേഴ്സുമായിട്ടോ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള സഹോദരങ്ങളുമായിട്ടൊക്കെയുള്ള തർക്കങ്ങളാകാം. യേശു പറയുന്നു തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അങ്ങനെയാണ് ആ വാക്ക് പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നു. തർക്ക വിഷയങ്ങൾ, ആർഗ്യുമെൻറ്റുകൾ, കോൺഫ്ലിക്റ്റുകൾ, അതിനകത്ത് സൊല്യൂഷനുകൾ കർത്താവ് റിലീസ് ചെയ്യുന്നു. റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. I release that solution right now in the mighty name of Jesus. Holy Ghost, we thank you.
Father, we thank you. Touch each and everyone right now. 2-3 വ്യക്തികൾ ഈ പുറം വേദന അനുഭവിക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. ഒരു ബ്രദറിനെയും 2 സഹോദരിമാരെയും കർത്താവ് കാണിക്കുന്നു. നിങ്ങളുടെ പുറം ഭയങ്കരമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേദന അനുഭവിക്കുന്നു. ബാക്ക് പെയിൻ അല്ല, നടുവിൻ്റെ ആ നട്ടലിൻ്റെ വേദനയെക്കുറിച്ചല്ല പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. പുറം വേദന, ഈ പുറത്തെ ഭാഗം മുഴുവൻ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഭയങ്കര വേദന അനുഭവിക്കുന്ന 2-3 വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ ഞാൻ അയക്കുന്നു ഈ സമയത്ത്. Receive it in Jesus' name. Receive it in Jesus' mighty name. Receive your healing in Jesus' mighty name. I command every brain tumor to come out in Jesus' mighty name. കർത്താവിനെ ബ്രെയിൻ ട്യൂമർ കാണിക്കുന്നു. ബ്രെയിനിനകത്ത് ചില മുഴകൾ കർത്താവിനെ കാണിക്കുന്നു. ഈ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സൗഖ്യത്തെ ഞാൻ അയക്കുന്നു. ബ്രെയിനിനകത്തേക്ക്, ഹല്ലേലൂയ, ബ്രെയിനിൻ്റെ മേഖലകൾക്കകത്തേക്ക് യേശുവിൻ്റെ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. ബ്രെയിൻ ട്യൂമറുകൾ ഈ സമയത്ത് റിമൂവ് ചെയ്യുന്നു. ഈ സമയത്ത് I remove the brain tumor right now in the spirit, in Jesus' mighty name. In Jesus' mighty name. In Jesus' mighty name. Receive your healing in Jesus' mighty name. Holy Ghost, we thank you. ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിലൊന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഈ ശുശ്രൂഷയ്ക്കകത്ത് സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ, പറഞ്ഞേ, യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ, യേശുവേ നീ മാത്രമേ. ഈ സമയത്ത് ആരാധിക്കുമ്പോൾ സൗഖ്യം നടക്കും. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ഓ യേശുവേ, ഹല്ലേലൂയ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ, യേശുവേ നീ മാത്രമേ. ഓ ഹല്ലേലൂയ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ, യേശുവേ. തലവേദനകളെ കർത്താവ് എടുത്തു മാറ്റുന്നു ഈ സമയത്ത്. തലവേദനകൾ ഈ സമയത്ത് മാറ്റപ്പെടുന്നു ഈ സമയത്ത്. ഹല്ലേലൂയ. പഴക്കമുള്ള ചില തലവേദനകൾ ഈ സമയത്ത് ചില വ്യക്തികളെ വിട്ടുമാറുന്നു ഈ സമയത്ത്. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, കോൺസെൻട്രേഷൻ ഈ സമയത്ത് ചില വ്യക്തികൾക്ക് നൽകുന്നു. ചിലർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ല, ചിലർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് കോൺസെൻട്രേഷനെ റിലീസ് ചെയ്യുന്നു ഈ സമയത്ത്. മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്ത വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം വരുന്നു ഈ സമയത്ത്. ബൈബിൾ വായിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ബിസിനസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾക്കകത്ത് ദൈവിക വിടുതലുകൾ ചില വ്യക്തികളുടെ മേൽ യേശു അയക്കുന്ന ഈ സമയത്ത്. Receive it in Jesus' mighty name. Receive it in Jesus' mighty name. Thank you, Father. Beautiful Jesus, wonderful God. We worship you, Master. We worship you, Master. Hallelujah. ചില കിരീടങ്ങൾ ചേഞ്ച് ആവുന്നു ചില വ്യക്തികൾക്ക് ഈ സമയത്ത്. കർത്താവിനെ കാണിക്കുന്നു, ആത്മീയ കിരീടങ്ങൾ അടുത്ത തലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു. ചില വ്യക്തികളുടെ ആത്മീയ കിരീടങ്ങളെ യേശു കർത്താവ് എടുത്തു മാറ്റിയിട്ട് പുതിയ കിരീടങ്ങൾ ചില വ്യക്തികൾക്ക് റിലീസ് ചെയ്യുന്നു. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഉള്ള അധികാരത്തിൻ്റെ ശക്തിയുടെയും ആത്മീയ കിരീടങ്ങൾ ചില വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ സമയത്ത് റിലീസ് ചെയ്യുന്നു. Receive it in Jesus' mighty name. Receive your new crowns in the mighty name of the Lord Jesus. Hallelujah. Oh, യേശുവേ, യേശുവേ, യേശുവേ. 1-2 മിനിറ്റ് നേരം കൊണ്ട് ആരാധിച്ച് ഈ സമയത്ത് എല്ലാവരും ആരാധിച്ച്. Oh, Holy Spirit, we thank you. Hallelujah. യേശുവേ, എല്ലാ മക്കളെയും അഭിഷേകത്തിൻ്റെ പുതപ്പുകൾ ധരിപ്പിക്കണമേ. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ജനത്തെ അങ്ങ് ഒരുക്കണമേ. ഞങ്ങളെല്ലാവരും കർത്താവ് ശുശ്രൂഷകൾക്ക് വേണ്ടി ദാഹിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അങ്ങ് അയക്കണമേ. ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, പട്ടണത്ത്, ഹല്ലേലൂയ, ഞങ്ങൾ ഓരോ പ്രദേശങ്ങൾ കാലുകുത്തുമ്പോൾ അവിടെ അഭിഷേകത്തിൻ്റെ തലങ്ങൾ തുറന്നു വരണം.
ഹല്ലേലൂയ. ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങൾ പാദങ്ങൾ ചവിട്ടുമ്പോൾ അവിടെ തുറന്ന് പുറപ്പെട്ടു വരണം യേശുവേ. ജനമെല്ലാം ആ ജീവജലം കുടിക്കട്ടെ. രക്ഷയുടെ അനുഭവത്തിലേക്ക് ലക്ഷങ്ങൾ കടന്നു വരട്ടെ. ഓരോ മക്കളെയും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ജീസസ്, അഭിഷേകത്തിൻ്റെ മേലങ്കികൾ ധരിപ്പിക്കണമേ യേശുവേ. ശക്തിയും ബലവും കൊണ്ട് ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരുടെയും ആത്മീയ കണ്ണുകളെ തുറക്കണം. ശക്തിയും ബലവും പുതുക്കണമേ. അങ്ങേക്ക് മാത്രമേ എപ്പോഴും ഞങ്ങളുടെ ജീവിതം മുഖാന്തരം മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ജീസസ്. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും ശുശ്രൂഷകൾ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ. നിങ്ങൾക്കറിയാവുന്ന അനേകരിലേക്ക് ഈ ശുശ്രൂഷകൾ എത്തിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും നമുക്ക് മലയാളത്തിൽ ശുശ്രൂഷകളുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ശുശ്രൂഷകളെല്ലാം ഞായറാഴ്ചകളിലും നമ്മുടെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ വഴിയാണ്. കഴിയുന്നവരെല്ലാം അത് സബ്സ്ക്രൈബ് ചെയ്യണം. 2 ശുശ്രൂഷകളിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു മൈറ്റ്ലി. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെൻറ്ററിംഗ് പ്രോഗ്രാം ഏപ്രിൽ മാസത്തിൽ ചെയ്തു തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയാട്ടെ. അതിൻ്റെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻസൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കാം. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. സോ കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ള ദിവസങ്ങൾ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഹല്ലേലൂയ. ഇന്നോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം. ആത്മീയ അഭിഷേകത്തിൻ്റെ മേലങ്കികൾ കൊണ്ട് എന്നെ ധരിപ്പിക്കണം. ഏത് ഫാമിലിയാണ് എനിക്കുള്ളതെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം എന്നൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ഓരോ ചോദ്യത്തിനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മറുപടി നൽകാൻ ഇടയാകും. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവ് നമുക്ക് കാണാം. ഞായറാഴ്ച കാണാം.